എല്ലാവരെയും യേശു കർത്താവിൻ്റെ നാമത്തിൽ ഈ കൂട്ടായ്മയിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. I welcome all of you to this fellowship. ആദ്യമായി വരുന്നവർ വിശേഷാൽ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. I welcome especially the ones who have come here for the first time. നമ്മൾ വേഗത്തിൽ കർത്താവിൻ്റെ വചനം ധ്യാനിക്കാൻ വേണ്ടി പോവുകയാണ്. We are going to meditate on the word of God. ഹല്ലേലൂയ. നമ്മൾ കഴിഞ്ഞ ചില ദിവസങ്ങളായി, ചില ആഴ്ചകളായി നമ്മുടെ അവസാനത്തെ ലാസ്റ്റ് ഫാസ്റ്റിങ്ങിൽ 40 days ഫാസ്റ്റിംഗ് ദൈവം തന്ന ചില കീ പോയിൻറ്റ്സുകളാണ് തുടർമാനമായി ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. For the last few weeks, we have been discussing on some counsels that God has given us during our last 40 days of fasting and prayer. ഞാൻ വീണ്ടും പറയുന്നത് നമ്മളത് ഓർത്ത് അത് ധ്യാനിച്ച് നമ്മുടെ ജീവിതത്തിൽ ഒന്ന് വെളിപ്പെട്ടു വരാൻ വേണ്ടിയാണ്. I am repeating this again and again so that this will manifest in our life. Hallelujah. 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 നമ്മൾ കഴിഞ്ഞ 34 മാസങ്ങൾ, ഈ ജൂൺ മെയ് 31 ആയപ്പോഴത്തേക്ക് 34 മാസങ്ങളായി നമ്മളിവിടെ തുടർമാനമായി പ്രാർത്ഥനയിലായിട്ട്. We have been praying here for almost 34 months. Continuously we have been praying in this place. കഴിഞ്ഞ ഓഗസ്റ്റ് 2024 ഓഗസ്റ്റ് 1 തുടങ്ങി നമ്മൾ 24 മണിക്കൂറും ഈ രാത്രിയും പകലും ഇവിടെ പ്രാർത്ഥനയിലാണ്. From August 2024 we have been praying 24 hours here in this place. നമ്മൾ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. We are waiting on God. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി നമ്മൾ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. And we are praying for the fulfillment of the promises of God. ദൈവത്തിന്റെ തേജസ് നമ്മുടെ അകത്തും നമ്മുടെ മധ്യത്തിലും വെളിപ്പെടുക എന്നതാണ് നമ്മുടെ പ്രധാന ആഗ്രഹവും പ്രധാന പ്രാർത്ഥനയും. Our main point of prayer and our main desire is that the glory of God will fill in us and also will fill in this place. നാം ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരങ്ങളാണ്. We are the temple of God. Amen. Amen. ഇപ്പോൾ നമ്മുടെ ശരീരം പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ്. Now our bodies are the temple of the Holy Spirit. ഈ കൂടിവരവ്, ദൈവസഭയുടെ കൂടിവരവ് ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരമാണ്. And this gathering of the body of Christ, this gathering of the church is the temple of God. വ്യക്തിപരമായി നമ്മുടെ ശരീരം അവന്റെ മന്ദിരമായിരിക്കുന്നു. Our bodies are the temple of God. അപ്പോൾ തന്നെ ദൈവസഭ കൂടി വരുമ്പോൾ അത് ദൈവത്തിന്റെ ആലയമായിരിക്കും. At the same time when the church comes together, it also is the temple of God. കാരണം പരിശുദ്ധ ആത്മാവ് നമ്മുടെ അകത്ത് വസിക്കുന്നു, നമ്മുടെ കൂടിവരവിൽ നമ്മുടെ മധ്യത്തിൽ വസിക്കുന്നു. Because the Holy Spirit is abiding within us, and also when we come together he abides among us. അപ്പോൾ തന്നെ ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരമാകേണ്ടതിന് ആഗോള ദൈവസഭയെ അവർ ആത്മാവിൽ പണിതുകൊണ്ടിരിക്കുക. At the same time that we may become the temple of God, God is building up the entire church together. എഫേഷ്യൻസ് 2-ാം അധ്യായം 21-22 വാക്യത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. It's written in Ephesians chapter 2 verse 21 and 22. അവനിൽ കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. In whom the whole building being fitted together grows into a holy temple in the Lord. Amen. Amen. അത് പറഞ്ഞിരിക്കുന്നത് ആഗോള വ്യാപകമായ കർത്താവിന്റെ ശരീരമായ സഭയെക്കുറിച്ചാണ്. It's talking about the universal church which is the body of Christ. വ്യക്തിപരമായി വീണ്ടും ജനിച്ച എന്റെയും നിങ്ങളുടെയും ശരീരം ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരമാണ്. When I am born again, my body becomes the temple of God. Amen. Amen. കാരണം പരിശുദ്ധ ആത്മാവ് നമ്മുടെ അകത്ത് വസിക്കുന്നു. Because the Holy Spirit abides within me. പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വസിക്കുന്നു. The Holy Spirit abides upon me. അവൻ എൻ്റെ കൂടെയുണ്ട്. And he is always with me. അതുകൊണ്ട് ഞാൻ അവന്റെ ആലയമാണ്, മന്ദിരമാണ്. And that is why I am his temple. രണ്ടാമത് ദൈവസഭയുടെ ഓരോ കൂടിവരവും, the gathering of the church of God, the assembly of the church of God, ആ കൂടിവരവ് ദൈവത്തിന്റെ വിശുദ്ധാലയമാണ്. And secondly, the gathering of the church of God is the temple of God. കാരണം പരിശുദ്ധാത്മ നമ്മുടെ മധ്യത്തിലുണ്ട്. Because Holy Spirit is among us. മൂന്നാമതായി And thirdly,
ദൈവത്തിൻ്റെ സഭ, ഈ ലോകത്തുള്ള ദൈവത്തിൻ്റെ സഭ, അവ ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരമാകേണ്ടതിന് ഇപ്പോൾ പരിശുദ്ധാത്മാവ് മുഴു സഭയും പണിതുകൊണ്ടിരിക്കുക. And that the whole church may become the holy temple of God. The Holy Spirit is building up the entire church. ഹല്ലേലൂയ. Hallelujah. സഭ എന്ന് പറയുമ്പോൾ ഒരു കെട്ടിടമല്ല സഭ. When we say church, it's not a building. ദൈവജനമാണ് സഭ. It's the people of God. ആ ദൈവജനത്തെ മുഴുവനും പരിശുദ്ധാത്മാവ് ഒരുപോലെ പണിതുകൊണ്ടിരിക്കുക. And the Holy Spirit is building us all together. ഓരോ വ്യക്തിയിലും ദൈവാത്മാവുണ്ട്. The Holy Spirit is within every person. ഓരോ വ്യക്തിയുടെ മേലും The പരിശുദ്ധാത്മാവുണ്ട്. Holy Spirit upon every person. ഓരോ വ്യക്തിയുടെ കൂടെയും The പരിശുദ്ധാത്മാവുണ്ട്. Holy Spirit is with every person. അങ്ങനെ സർവ്വ ലോകത്തിലുമുള്ള ദൈവത്തിന്റെ ജനത്തെ പരിശുദ്ധാത്മാവ് പണിതുകൊണ്ടിരിക്കുക. And likewise, the Holy Spirit is building each and every person together in the entire church. പണിതുകൊണ്ടിരിക്കുക. He is building us. എന്തിനാ പണിതുകൊണ്ടിരിക്കുന്നത്? Why is he building us? ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരമാകേണ്ടത്. That we may become the holy temple of God. അത് നിത്യതയിലേക്ക് എടുക്കപ്പെടുന്ന സഭയെക്കുറിച്ച് പറയുക. That is talking about the church which will be taken to eternity. നിത്യതയിലേക്ക് എടുക്കപ്പെടുന്ന സഭ ദൈവത്തിന്റെ ആലയമായി തീരാൻ വേണ്ടി പോവുക. That the church which will be taken to eternity will become the temple of God. സമാഗമന കൂടാരം പോലെ, ജെറുസലേം ദേവാലയം പോലെ നിത്യതയിലേക്ക് എടുക്കപ്പെടുന്ന ദൈവത്തിന്റെ സഭ നിത്യത മുഴുവനും ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരമായി തീരാൻ വേണ്ടി As പോവുക. the tabernacle of meeting and as the temple of Jerusalem, the church which will be taken to eternity will be the temple of God for eternity. ഹല്ലേലൂയ. Hallelujah. അതെങ്ങനാ നിത്യത മുഴുവനും ദൈവത്തിന്റെ മന്ദിരമായി, ദൈവത്തിന്റെ ആലയമായി സഭ മാറ്റപ്പെടുന്നത്? How is the church going to change as the temple of God for all eternity? ദൈവത്തിന്റെ തേജസ് സഭയിൽ വസിക്കുന്നുകൊണ്ടാണ്. Because the glory of God dwells in the church. സഭ മുഴുവനും ദൈവത്തിന്റെ കാമോദ് കൊണ്ട് നിറയാൻ വേണ്ടി പോവുക. And the whole church will be filled with the glory of God. എഫേഷ്യൻസ് 2:22 പറയുന്നു, അവനിൽ നിങ്ങളെയും ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ചു പണിതു വരുന്നു. Ephesians 2:22 says, in whom you also are being built together for a dwelling place of God in the Spirit. നമ്മൾ ആത്മാവിൽ ഒന്നിച്ചു പണിതുകൊണ്ടിരിക്കുക. We are being built together for a dwelling place of God in the Spirit. ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരമാകേണ്ടതിന്, That we may become the holy temple of God. ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരമാകുന്നത് അവൻ തേജസ്സിനാൽ വസിക്കുമ്പോഴാണ്. We become the holy temple of God when He dwells in us with His glory. സമാഗമന കൂടാരത്തിൽ ദൈവത്തിന്റെ തേജസ് കൊണ്ട് അവൻ വസിച്ചപ്പോഴാണ് സമാഗമന കൂടാരം ദൈവത്തിന്റെ ആലയമായത്. The tabernacle of meeting became the temple of God when God dwelt there with His glory. യെരൂശലേം ദേവാലയം ദൈവത്തിന്റെ ആലയമായത്, ദൈവത്തിന്റെ ഹൗസ് ഭവനമായത് ദൈവം തന്റെ തേജസ്സിൽ അവിടെ വസിച്ചപ്പോഴാണ്. The temple of Jerusalem became the house of God when God dwelt there with His glory. അങ്ങനെ നമ്മുടെ ശരീരത്തിൽ ആത്മ തേജസ്സിന്റെ ഒരു അംശം വസിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരം അവന്റെ മന്ദിരമായി തീർന്നു. And our bodies has become the temple of God because a small amount of His glory is abiding within us. ഓരോ പ്രാദേശിക സഭയുടെയും കൂടിവരവിൽ ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ കാമോദ് ഒരംശം ഇറങ്ങി വരുന്നത് കൊണ്ട് ആ കൂടിവരവ്, ആ ലോക്കൽ ചർച്ച് ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരമായി തീരുന്നു. Each and every local church becomes the temple of God because the glory of God is coming and abiding there. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശ നമ്മുടെ അകത്ത് പൂർണ്ണമായി വെളിപ്പെടാൻ പോകുന്ന ദൈവത്തിന്റെ തേജസ്സാണ്. Our greatest hope is for the complete or fulfillment of the glory of God that is going to come upon us. പക്ഷെ നമ്മൾ ഇന്ന് പ്രത്യാശിക്കുന്നത്, ഇന്ന് വിശ്വസിക്കുന്നത് ആ കാബോധ് നമ്മിൽ ഇന്ന് നിറയുമെന്നാണ്. But today we believe and we hope that the kabod of God will fill in us today. ഹല്ലേലൂയ. Hallelujah. ഓരോ വ്യക്തിയിലും ദൈവ തേജസ്സിന്റെ അളവ് വർദ്ധിച്ചുകൊണ്ടിരിക്കുക. The amount of the glory of God is increasing in each and every one of നമ്മുടെ us. മധ്യത്തിൽ ദൈവ തേജസ്സിന്റെ അളവുകൾ And വർദ്ധിച്ചുകൊണ്ടിരിക്കുക. the amount of the glory of God is abounding in the midst of us. കർത്താവ് നമ്മുടെ മധ്യത്തിൽ വൻ കാര്യങ്ങൾ And ചെയ്തുകൊണ്ടിരിക്കുക. God is doing great things in our midst. ഈ ദൈവത്തിന്റെ കാബോധ് നമ്മിൽ പൂർണ്ണമായി നിറയണമെങ്കിൽ
നാം കണ്ട ഒന്നാമത്തെ പോയിന്റ്, നമ്മുടെ അകത്തുള്ള സകല ദുർനിക്ഷേപങ്ങളെയും ദൈവം നീക്കം ചെയ്യണമെന്നായിരുന്നു. Now, for the glory of God to fill in us completely, the first point that we have seen is that we need to remove, or God needs to remove every bad treasures that is within us. നമ്മുടെ ആത്മദേഹി ദേഹത്തിൽ ഒത്തിരി ദുർനിക്ഷേപങ്ങളുണ്ട്. There are a lot of bad treasures in our spirit, soul and body. അവ നമ്മുടെ സംഭാവനകളല്ല, ആദാമിൽ നിന്നും പിശാചിൽ നിന്നും കിട്ടിയിരിക്കുന്ന കുറേ സാധനങ്ങളാണ്. We did not acquire all this, but we have received all this from Adam and Satan. അതിന് ക്രൂശ് മുഖാന്തരം നമുക്ക് വിടുതൽ ലഭിച്ചിട്ടുണ്ട്. And through the cross we have received deliverance from this. യേശു ഒടുക്കത്താദാമായി തീർന്നു. Jesus has become the last Adam. ആദാം ചെയ്ത സകല അനീതികൾക്കും അനുസരണക്കേടും ക്രൂശിൽ പരിഹാരം വരുത്തി. And he has made the solution for everything, every disobedience which Adam has done. പിശാചിന്റെ സകല അധികാരത്തെയും ക്രൂശിൽ തകർത്തു കളഞ്ഞു. And he has demolished all the powers of Satan on the cross. ഒന്നാമത്തെ ആദാമിന്റെ പാരമ്പര്യത്തിൽ നിന്ന് പൂർണ്ണമായി വിടുവിച്ചു. And he has delivered us from the lineage of the first Adam. ഒടുക്കത്തെ ആദാം രണ്ടാമത്തെ മനുഷ്യനായി തീർന്നു. And the last Adam became the second man. ആ രണ്ടാമത്തെ മനുഷ്യന്റെ വംശ പാരമ്പര്യത്തിൽ ദൈവം നമ്മെ കൊണ്ടുവന്നു. And God has brought us into the lineage of this second man. ആ രണ്ടാമത്തെ മനുഷ്യനായ യേശുവിൽ ദൈവം നമ്മെ ആക്കി വെച്ചു. And God has placed us in this second man, who is Jesus. ആ രണ്ടാമത്തെ മനുഷ്യന്റെ സകല നന്മകളും നമ്മുടെ അകത്താക്കി വെച്ചു. And he has placed all the blessings of this second man within us. നമ്മെ ക്രിസ്തുവിലാക്കി വെക്കുക മാത്രമല്ല, ക്രിസ്തു നമ്മിലാകുകയും ചെയ്തു. Not only that Christ has come, not only that we have been placed in Christ, but also Christ has come within us. അവന്റെ ആത്മാവിനെ നമ്മുടെ അകത്ത് തന്നു കഴിഞ്ഞു. And he has given us his spirit within us. ഇത് നാം ദൈവ കൃപയിൽ നമ്മുടെ അകത്ത് അവിശേഷിക്കുന്ന വന്നു കിടക്കുന്ന ആദാമിന്റെയും പിശാചിന്റെയും സകല പ്രോഡക്റ്റുകളെയും നീക്കം ചെയ്യുന്ന വിശുദ്ധീകരണ പരിപാടിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. Now we are in this sanctification process where by the grace of God we are being sanctified from all the remaining elements of Adam and Satan which is within us. മറ്റ് രണ്ട് പോയിന്റ്സ് പിന്നാലെ പറഞ്ഞുകൊള്ളാം. I'll tell the other 2 points later on. ദൈവം ഇടപെട്ടൊരു വാക്യം വായിച്ച് ഞാൻ ഇതിനകത്തോട്ട് അല്പം കൂടെ കടക്കാൻ വേണ്ടി ആഗ്രഹിക്കുക. I would like to read one words which God has dealt with my heart, and I will continue. റോമർക്ക് എഴുതിയ ലേഖനം, It's from the letter to Romans, അതിൻ്റെ 16-ാം അധ്യായം, chapter 16, വാക്യം 20. verse 20. സമാധാനത്തിൻ്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴെ ചതച്ചു കളയും. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. And the God of peace will crush Satan under your feet shortly, and the grace of our Lord Jesus Christ be with you. Amen. 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 വളരെ ശ്രദ്ധയോടെ ഇത് കേൾക്കണം. Please hear me carefully. ഈ വാക്യം നമുക്ക് ഒത്തിരി അറിയുന്ന വാക്യമാണ്. We know this scripture. ദൈവം വേഗത്തിൽ സാത്താനെ നമ്മുടെ കാൽ കീഴാക്കി ചതച്ചു കളയും. The God of peace will crush Satan under our feet shortly. Amen. Amen. ഞാൻ ഇതിനെക്കുറിച്ച് ഇപ്പോൾ പ്രസംഗിക്കാൻ വേണ്ടി I'm പോവുകയല്ല. not going to preach about this now. നമുക്കിത് അറിയാം, നന്നായിട്ട് We അറിയാം. know this very well. ഹല്ലേലൂയ. Hallelujah. നിയമപരമായി പിശാചിനെ ദൈവം നമ്മുടെ കാൽ കീഴാക്കിയിട്ടുണ്ട്. Legally, God has made Satan under our feet. ഇപ്പോൾ പിശാചിന് നമ്മുടെ മേൽ ഒരധികാരവുമില്ല. Now Satan has no more authority over us. മറിച്ച് അവന്റെ മേൽ നമുക്ക് വലിയ അധികാരമുണ്ട്. Instead, we have a great authority over him. പിശാച് ബന്ധിക്കും, തിരിച്ചടിക്കും എന്നൊക്കെ പറഞ്ഞത് സഭയിൽ കൃപയില്ലാത്ത ദൈവദാസന്മാർ ഉണ്ടാക്കിയ ഉപദേശമാണ്. The doctrine that says that Satan can attack you is the doctrine that is made by ministers of God who does not have the grace of God. Amen. Amen. നിങ്ങൾ കേട്ടോ, ബന്ധനം, പോരാട്ടം, സാത്താൻ നിങ്ങളെ അടിക്കും, കെട്ടും, കൊല്ലും, ഇതൊന്നും വേദപുസ്തകത്തിൽ പറഞ്ഞ കാര്യങ്ങളല്ല. Satan will bound you, he will attack you, he will kill you. These are not written in the word of God. ആർക്കെങ്കിലും ചിന്തയുണ്ടെങ്കിൽ ധൈര്യമായിട്ട് എൻ്റെ കൂടെ കേട്ടോ, നിങ്ങളെ സാത്താൻ ബന്ധിക്കത്തില്ല. If anybody is fearing, please hear me that Satan will not bind you. നിങ്ങളെ സാത്താൻ തിരിച്ചടിക്കത്തില്ല. Satan cannot attack you. നിങ്ങളുടെ സ്കൂട്ടർ മറിച്ചിടത്തില്ല. He will not
നിങ്ങൾക്ക് ആക്സിഡന്റ് ഉണ്ടാക്കത്തില്ല. He will not get you into accidents. ആമേൻ. രാത്രിയിൽ നിങ്ങൾ പോകുമ്പോൾ പുറകിൽ വന്ന് നിങ്ങൾ അടിക്കത്തില്ല. When you are walking in the night, he will not come behind you and beat you. ഒരു ബന്ധനവുമില്ല. There is no bondages. ആമേൻ. Amen. ഞാൻ ഗ്യാരണ്ടി ആയി പറയാം. I tell you with much guarantee. കഴിഞ്ഞ 39 വർഷങ്ങളായി നിരന്തരം ഞാൻ ഡെലിവറൻസ് മിനിസ്ട്രി ചെയ്യുന്ന ആളാണ്. From past 39 years I'm continuously doing deliverance ministry. വർഷങ്ങളായി ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളുടെ വീട്ടിൽ നിറയെ ആൾക്കാർ താമസിച്ച് ഡെലിവറൻസിന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. For many years, even before our children were born, people used to come and dwell in our house and we pray for their deliverance. എൻ്റെ ഭാര്യ ഗർഭിണിയായിരിക്കുമ്പോഴും കൊച്ചു കുഞ്ഞുങ്ങളെ വളർത്തുമ്പോഴും ഒക്കെ ഞങ്ങളുടെ വീട്ടിൽ എപ്പോഴും നിറച്ച ആൾക്കാരുണ്ട് ഡെലിവറൻസിനും പ്രാർത്ഥിക്കാനും വേണ്ടി. When my wife was pregnant and when we had children, also we had many people in our house for praying for deliverance. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ കളിച്ച് നടന്നതും എഴഞ്ഞു നടന്നതും പിശാചിൻ്റെ ഇടയിലൂടെ പിശാചുക്കളുടെ ഇടയിലൂടെയാണ്. And our children used to play and crawl between the demon-possessed people. Amen. അവരുടെ കളി പോലും സാത്താനെ പുറത്താക്കുന്ന ഡെലിവറൻസ് മിനിസ്ട്രി ആയിരുന്നു എൻ്റെ കുഞ്ഞുങ്ങളുടെ കളികൾ പോലും. Even our children used to play casting out demons. എഫ്രൈം അവിടെ ഉണ്ട്, ശാലോമുണ്ട്. എഫ്രൈം വന്ന് ശാലോം തലേ കൈവച്ച് ഇൻ ദ നെയിം ഓഫ് ജീസസ് ഗോ എന്നൊക്കെ പറഞ്ഞ് അവർ കളിച്ചുകൊണ്ടിരിക്കുകയാണ് നടുക്കൂടെ കിടന്ന്. They used to play like that. ഹല്ലേലൂയ. അവിടെ ഒരു ബന്ധനവുമില്ല, ഒരു പോരാട്ടമില്ല, ഒരു തിരിച്ചടിയുമില്ല. So there is no bondages, no attack, no killing. ആമേൻ. പക്ഷേ എനിക്കൊരു പോരാട്ടമുണ്ട്. But I have a warfare. ആമേൻ. Amen. ഞാൻ 24/7 പോരാട്ടത്തിലാണ്. I am in a warfare 24/7. പിശാചിന്റെ പ്രവൃത്തികളെ അഴിക്കുന്ന യുദ്ധത്തിലാണ് ഞാൻ ഏർപ്പെട്ടിരിക്കുന്നത്. I am in a warfare to demolish, to break off all the works of Satan. Amen. Amen. യേശുക്രിസ്തു വന്നത് പിശാചിന്റെ പ്രവൃത്തികൾ അഴിക്കാൻ വേണ്ടിയാണ്. Jesus Christ came to remove all the works of Satan. To destroy all the works of Satan. അത് ക്രൂശിൽ അവൻ നിവർത്തിച്ചു. And he accomplished it on the cross. ഇനി അത് എക്സിക്യൂട്ട് ചെയ്യുന്ന, അത് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുന്ന ശുശ്രൂഷയാണ്, ദൗത്യമാണ് ദൈവം സഭയുടെ മേൽ വെച്ചിരിക്കുന്നത്. Now God has given this responsibility and the responsibility to the church to execute this accomplishment which Christ has done on the cross. അതായത് യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ പിശാചിന്റെ സകല പ്രവൃത്തികളെയും അവസാനിപ്പിച്ചിരിക്കുകയാണ്. That is, Jesus Christ has finished and destroyed all the works of Satan on the cross. നിയമപരമായി ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ക്രൂശിൽ നിവർത്തിച്ചു കഴിഞ്ഞു. And he has accomplished everything legally which has to be done legally on the cross. And സഭയ്ക്ക് വലിയൊരു അധികാരം കൊടുത്തു. And he has given this great authority to the church. പിശാചിന്റെ സകല പ്രവൃത്തികളെയും അഴിച്ചു കളയണം. To destroy all the works of Satan. ഞാൻ ഓരോ പ്രാവശ്യവും സുവിശേഷം പ്രസംഗിക്കുമ്പോൾ പിശാചിന്റെ പ്രവൃത്തികളെ അഴിച്ചുകൊണ്ടിരിക്കുകയാണ്. Each time when I preach the gospel of God, I am destroying the works of Satan. ഞാൻ ഓരോ സഭയും ഒരു വ്യക്തിക്ക് വേണ്ടി കൗൺസിൽ ചെയ്യുമ്പോൾ, ഡെലിവറൻസ് നടത്തുമ്പോൾ, ഇന്നർ ഹീലിംഗ് നടത്തുമ്പോൾ ആ വ്യക്തിയിലുള്ള പിശാചിന്റെ പ്രവൃത്തികൾ അഴിച്ചുകൊണ്ടിരിക്കുകയാണ്. Each time I pray for a person, I pray for the deliverance, I am destroying the work of Satan. I am destroying the work of Satan which was in that person. Hallelujah. Hallelujah. എന്നെ നോക്കിയാട്ടെ. പിശാചിന്റെ പ്രവൃത്തികളെ അഴിക്കുന്നതാണ് നമ്മുടെ ഓരോ ചലനങ്ങളും. All our movements is to destroy the works of Satan. നമ്മുടെ ഒരു സ്തോത്രം പോലും പിശാചിന്റെ പ്രവൃത്തി അഴിക്കുന്നതാണ്. Even one of our thanksgiving is to destroy the works of Satan. നമ്മുടെ ഓരോ പ്രാർത്ഥന, അത് ക്ഷീണിച്ചുള്ള പ്രാർത്ഥനയാണെങ്കിലും ഉറങ്ങിയുള്ള പ്രാർത്ഥനയാണെങ്കിലും ഓരോ പ്രാർത്ഥനയുടെ വാക്കുകളും പിശാചിന്റെ പ്രവൃത്തികൾ അഴിച്ചുകൊണ്ടിരിക്കുകയാണ്. Each of our prayer, even though we are tired or we are sleeping, but when we pray, it is destroying the works of Satan. Hallelujah. 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 ആ പിശാചിന്റെ പ്രവൃത്തികളെ ഞാൻ അഴിക്കുമ്പോൾ അവന് എന്നെ മേൽ തിരിഞ്ഞടിക്കുവാൻ, എന്നെ കൗണ്ടർ അറ്റാക്ക് ചെയ്യുവാൻ ദൈവം ഒരു അധികാരവും കൊടുത്തിട്ടില്ല. And when I destroy the work of Satan, God has not given the authority to Satan to attack me back. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു, ഒന്നും നിങ്ങൾക്ക് ഒരു ദോഷവും വരുത്തത്തില്ല. I have given you the authority to trample over serpents and scorpions, and nothing shall by any means harm you. Amen. Amen. ഒന്നും നിങ്ങൾക്ക്
ഒരു ദോഷവും വരുത്തത്തില്ല Nothing shall by any means harm you. എന്ന് യേശുവാ പറഞ്ഞത്. Jesus said this. എനിക്ക് ആ വാക്യം മാത്രം മതി. I only need this word. നരകത്തിൽ പോയി പ്രസംഗിച്ചിട്ട് മടങ്ങി വരുവാൻ എനിക്ക് ആ ഒരു വാക്യം മാത്രം മതി. Nothing shall by any means harm you. ഒന്നും നിങ്ങൾക്ക് ഒരു ദോഷവും വരുത്തത്തില്ല. I only need this one word. I can even go to hell and preach the gospel and I come back. Nothing shall by any means. ഒന്നും നിങ്ങൾക്ക് ഒരു ദോഷവും വരുത്തത്തില്ല. Nothing shall by any means harm you. Amen. Amen. ഇത്ര നമുക്ക് അറിയില്ലേ? We know all this. നമ്മൾ ഈ വാക്യത്തിലേക്ക് വരികയാണ്. But now we are coming to this scripture. സമാധാനത്തിൻ്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴെ ചതച്ചു കളയും. And the God of peace will crush Satan under your feet shortly. അതിനർത്ഥം പിശാചിനെ പൂർണ്ണമായും നമ്മുടെ കാൽ കീഴെ ദൈവം ചതച്ചു കളഞ്ഞിട്ടില്ല. The meaning is that God has not completely crushed Satan under our feet. ക്രൂശിൽ യേശുവിൻ്റെ കാൽ കീഴെ അവനെ പൂർണ്ണമായി ചതച്ചു കളഞ്ഞിട്ടുണ്ട്. On the cross, Jesus Christ has crushed Satan under his own feet. പക്ഷേ ഓരോ ദൈവ പൈതലും വ്യക്തിപരമായി ആക്ഷരികമായി ലിറ്ററലി പിശാചിൻ്റെ മേൽ ഈ ജയം എടുത്തിരിക്കണം. But each child of God has to take this authority in his life literally. Amen. Amen. അയ്യോ ഞാൻ ബലഹീനനാണ് എന്ന് പറഞ്ഞാൽ ഞാൻ നിന്റെ ചെവിക്ക് പിടിക്കും. Or if you say I am a weak person, I will have to scold you. Amen. That's okay. നീ ബലഹീനനാണെന്ന് ആരാ പറഞ്ഞത്? Who said that you are a weak person? കർത്താവ് പറഞ്ഞു. Did Jesus tell you? ഇല്ല, പറഞ്ഞിട്ടില്ല. No. ഓരോ വ്യക്തികൾക്കും ദൈവം അധികാരം God കൊടുത്തിരിക്കുന്നു. has given authority for each and every one of us. വീണ്ടും ജനിച്ച ഓരോ വ്യക്തികൾക്കും ഒരു ദിവസം വരും അന്ന് പിശാച് വ്യക്തിപരമായി അവൻ്റെ കാൽ കീഴ് വന്നിരിക്കും. And each believer, each person who have believed in Jesus, there is a day that is going to come when Satan will be literally under that person's feet. എൻ്റെ വാക്കുകൾ കേട്ടോ? Did you hear my words? ദൈവസഭയിൽ വീണ്ടും ജനിച്ച് കൃപയിൽ നിൽക്കുന്ന ഓരോ വ്യക്തിയും വ്യക്തിപരമായി സകല വിഷയത്തിൻ്റെ മേലും പിശാചിൻ്റെ മേൽ ആധിപത്യം എടുക്കുന്ന ഒരു ദിവസം വരും. Every person who is in the church, who is born again and in under grace, there will be a day that will come when literally Satan will be under their feet and that person will take authority over every works of Satan. ഇന്ന് നടക്കേണ്ട കാര്യം പറയട്ടോ. I'm talking about that thing which should happen today. ഇന്ന് നടക്കേണ്ട കാര്യം It പറയാം. should happen today. ഹല്ലേലൂയ. Hallelujah. ദൈവം വേഗത്തിൽ അത് ചെയ്യുന്ന ദൈവമാണ്. അവൻ വേഗത്തിൽ സാത്താനെ നമ്മുടെ കാൽ കീഴെ ചതച്ചു കളയും. And God will crush Satan under our feet shortly. It's God who will do it and he will do it very soon. പഴയ ഉടമ്പടിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് യുദ്ധം യഹോവയ്ക്കുള്ളത്. In the old covenant he has made it very clear the battle belongs to God. പല വാക്യങ്ങളിൽ പല സന്ദർഭങ്ങളിൽ ദൈവം സ്വയം പറഞ്ഞിട്ടുണ്ട് യുദ്ധം യഹോവയ്ക്കുള്ളത്. In many places God has said himself that the battle belongs to God. അതവൻ തെളിയിച്ചിട്ടുണ്ട്. And he has proved it. പുതിയ ഉടമ്പടിയിലും യുദ്ധം യഹോവയ്ക്കുള്ളത്. Even in the new covenant the battle belongs to God. സ്പിരിച്വൽ വാർഫെയർ ആത്മീയ യുദ്ധം ദൈവത്തിനുള്ളതാണ്. The spiritual warfare belongs to God. അത് നമ്മുടെ അകത്ത് വസിക്കുന്ന, നമ്മുടെ മേൽ ആവസിക്കുന്ന, നമ്മുടെ കൂടെ നടക്കുന്ന പരിശുദ്ധാത്മാവാണ് യുദ്ധം ചെയ്യുന്നത്. And the Holy Spirit who is abiding within us, upon us and with us is the one who is doing this warfare. ഞാൻ എന്ത് ചെയ്യണം? What should I do? യുദ്ധത്തിൽ ഉറച്ചു നിൽക്കണം. I have to stand firm in the battle. ഞാൻ ഉറച്ചു നിൽക്കുമ്പോൾ എൻ്റെ കാൽ കീഴെ ദൈവം അവനെ ചതച്ചു കളയും. And when I stand firm on the ground, God will crush Satan under our feet. ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വെക്കുക. Now put all this in your heart. എൻ്റെ പ്രസംഗ വിഷയം ഇതല്ല. This is not my main point of preaching. അതിൻ്റെ തൊട്ട് മുകളിൽ ചില കാര്യങ്ങളുണ്ട്. Just before these scriptures there are some things. അതുമായിട്ട് കണക്റ്റഡ് ആണ് വാക്യം 20. And it's connected to verse 20. ഞാൻ ഇത്ര നാളും അങ്ങനെ ഈ ഭാഗം വായിച്ചിട്ടില്ല. And these many years I have not read this portion in this way. ഞാൻ ഈ വാക്യം എപ്പോഴും ഈ വാക്യം മാത്രമായിട്ട് എടുത്ത് പ്രസംഗിച്ചിരിക്കുന്നത്. I only used to take this verse 20
itself and I used to preach. പക്ഷേ 2 ദിവസം മുമ്പ് ഞാൻ രാത്രിയിൽ ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന് കർത്താവ് ഈ ഭാഗം എന്നോട് സംസാരിച്ചു. But 2 days ago when I was praying here at night, God talked to me through these അതിന്റെ scriptures. 17ാമത്തെ വാക്യം തുടങ്ങി ദൈവാത്മാവ് ഇടപെടാൻ തുടങ്ങി. And God started talking to me from verse 17 onwards. ഞാൻ ആ ഭാഗം എല്ലാം വായിക്കുന്നില്ല. I'll not read all the portions here. പക്ഷേ 18 നിങ്ങൾ വായിച്ചോണം. 18ാം വാക്യത്തിന്റെ ഒരു ഭാഗം തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. You can read later, but I will just read a portion from verse 18. ഓക്കെ, 18 നമുക്ക് പിന്നെ വായിക്കാം. നിങ്ങൾ വായിച്ചാൽ മതി. You can read verse 18 also later. 19 വായിക്കുകയാണ്. But I'm reading verse 19 for you. നിങ്ങളുടെ അനുസരണം പരക്കെ എല്ലാവർക്കും പ്രസിദ്ധമായിരിക്കുന്നു. Your obedience has become known to all. അതായത് ദൈവത്തെ അനുസരിക്കുന്ന കാര്യം പറയുകയാണ്. Now here it talks about obeying God. ദൈവവചനത്തെ അനുസരിക്കുന്ന കാര്യം പറയുകയാണ്. Obeying the word of God. നമ്മുടെ അകത്ത് വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ അനുസരിക്കുന്ന കാര്യം പറയുകയാണ്. Talking about obeying the Holy Spirit that dwells within us. അനുസരണം എന്നുള്ളത് അനുഗ്രഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഉപദേശമാണ്. The main teaching of blessing is obedience. നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ 14, 15, 16 അധ്യായങ്ങളിൽ തുടർമാനമായി പഠിച്ചൊരു കാര്യമുണ്ട്. പിതാവും പുത്രനും വന്ന് നമ്മുടെ കൂടെ താമസിക്കും. We have continuously studied from John chapter 14, 15 and 16 that the Father and Son will come and make their home with us. അത് വ്യക്തിപരമായി കൊടുത്ത ഒരു വ്യക്തിക്ക് കൊടുക്കുന്ന വാഗ്ദത്തമാണ്. And that is a promise he's giving to a person. ആരുടെ കൂടെയാണ് പിതാവും പുത്രനും വന്ന് താമസിക്കുന്നത്? With whom does the Father and Son come together and make their home? ആ വചനം ഇങ്ങനെ പറയുന്നു. The word says like this. യേശു കർത്താവിന്റെ സകല കൽപ്പനകളും അനുസരിച്ച് A person who obeys all the commandments of Jesus Christ യേശു കർത്താവിനെ സ്നേഹിക്കുമ്പോൾ and loves Jesus Christ, പിതാവാം ദൈവം ആ വ്യക്തിയെ വിശേഷാൽ സ്നേഹിക്കുന്നു. the Father God will love that person in a special way. അങ്ങനെ യേശുവിനെ സ്നേഹിച്ച് അവൻ്റെ സകല കൽപ്പനകളെ അനുസരിക്കുന്ന വ്യക്തിയെ പിതാവ് പ്രത്യേകിച്ച് സ്നേഹിക്കുന്നു. And that person who obeys Jesus Christ and loves Jesus, the Father will love that person in a special way. ആ വ്യക്തിയുടെ അടുക്കലാണ് പിതാവും പുത്രനും വന്ന് താമസം And ആരംഭിക്കുന്നത്. Father and Son will come and make their home with such a person. അപ്പോൾ കഴിഞ്ഞ 34 മാസങ്ങളായി നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കീ വേർഡ്, കീ പ്രോമിസ് എന്ന് പറഞ്ഞാൽ യേശുവിനെ സ്നേഹിച്ച് അവൻ്റെ സകല കൽപ്പനകളെയും അനുസരിച്ച് പിതാവിൻ്റെ സ്നേഹത്തിലേക്ക് കടന്നു വന്ന് ദൈവത്തിൻ്റെ കാബോധ് ഷെക്കീന ഗ്ലോറി പിതാവും പുത്രനും വന്ന് നമ്മുടെ കൂടെ താമസിക്കും എന്നുള്ള വാഗ്ദത്തമാണ്. And from the past 34 months, this is our hope on this promise that the Father and Son will come and dwell with us, with a person who loves Jesus and who obeys all his commandments and abide in the love of the Father. അപ്പോൾ അനുസരണത്തിലാണ് ദൈവം നമ്മുടെ കൂടെ താമസിക്കാൻ വരുന്നത്. So now God comes to dwell with us when we have obedience. Amen. Amen. ഉൽപ്പത്തി തുടങ്ങി വെളിപ്പാട് വരെ ദൈവം ആവശ്യപ്പെടുന്നത് അനുസരണമാണ്. From Genesis to Revelation, what God demands from us is obedience. അനുസരിക്കുക എന്നത് വളരെ എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. And to obey is not very easy. ദൈവത്തെ അനുസരിക്കുന്നു എന്ന് പറയുമ്പോൾ ആദ്യം അനുസരിക്കേണ്ടത് ദൈവത്താൽ നിയുക്തമാക്കപ്പെട്ട അധികാരങ്ങളെയാണ്. To obey God means at first we need to obey the delegated authorities which God has placed over us. അപ്പനും അമ്മയും വീട്ടിലെ അധികാരമാണ്. The father and mother are the authority persons. Parents എന്നത് God's delegated, ദൈവത്താൽ നിയുക്തമാക്കപ്പെട്ട അധികാരമാണ്. Parents are God's delegated authorities in the house. മക്കൾ പറയുകയാണ് ഞങ്ങൾ ദൈവത്തെ അനുസരിക്കുന്നുണ്ട്. The children say that we obey God. പക്ഷേ അപ്പനെ അമ്മ അനുസരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ദൈവത്തെ അനുസരിക്കുന്നില്ല. But if you do not obey your parents, you are not obeying your God. Amen. Amen. ദൈവത്തിൻ്റെ ഫേവർ, ദൈവത്തിൻ്റെ അനുകൂല മനോഭാവം നിങ്ങൾക്ക് ഉണ്ടാകത്തില്ല. And you will not have the favor of God.
ഭർത്താവ് ഭാര്യയുടെ മേൽ ദൈവത്താൽ നിയുക്തമാക്കപ്പെട്ട അധികാരമാണ്. The husband is God's delegated authority over the wife. ഭാര്യ പറയുന്നു, ഞാൻ ദൈവത്തെ പൂർണ്ണമായിട്ട് അനുസരിക്കുന്നു. The wife says, I completely obey God. പക്ഷേ ഭർത്താവിനെ അനുസരിക്കുന്നില്ല. But she does not obey her husband. അതിന്റെ അർത്ഥം നിങ്ങൾ ദൈവത്തെയും അനുസരിക്കുന്നില്ല. It means that you also not obeying God. Amen. Amen. സഭയിലേക്ക് വരുമ്പോൾ ദൈവം സഭയിൽ ആത്മീയ അധികാരങ്ങളെ ആക്കി വെച്ചിട്ടുണ്ട്. Now when you come to the church, God has placed spiritual authorities over the church. സഭയിൽ ഓരോ ഡിപ്പാർട്ട്മെന്റിലും ആത്മീയ അധികാരങ്ങളുണ്ട്. In every department of the church there are spiritual authorities. മ്യൂസിക് ഗ്രൂപ്പിന്, വർഷിപ്പ് ഗ്രൂപ്പിന് അധികാരമുണ്ട്. There is an authority person in the worship group. യൂത്ത് ഗ്രൂപ്പിന് അധികാരമുണ്ട്. There is an authority person in the youth group. ചർച്ചിൽ ഒരു പാസ്റ്റർ ഉണ്ട്. The church has a pastor. ദൈവത്താൽ നിയുക്തമാക്കപ്പെട്ട അധികാരങ്ങളാണ്. These are all God's delegated authorities. നിങ്ങൾ പറയും നിങ്ങൾ ദൈവത്തെ അനുസരിക്കുന്നുവെന്ന്. You say that you obey God. എന്നാൽ നിങ്ങളുടെ നടത്തിപ്പുകാരെ അനുസരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ദൈവത്തെ അനുസരിക്കുന്നില്ല. But if you do not obey your leaders, you are not obeying your God. അനുഗ്രഹം വരണമെങ്കിൽ ആദ്യം നാം പ്രാപിക്കേണ്ടത് അനുസരണമാണ്. So if we need blessing, the first thing that we need to have is obedience. പൗലോസ് പറയാണ്, നിങ്ങളുടെ റോമൻ സഭയുടെ അനുസരണം എല്ലാവർക്കും പ്രസിദ്ധമായിരിക്കുന്നു. Now Paul is telling the obedience of the church at Rome has become known to all. അതുകൊണ്ട് ഞാൻ നിങ്ങൾ നിമിത്തം സന്തോഷിക്കുന്നു. And therefore I am glad on your behalf. ഇനി എന്നെ കേൾക്കണം. Now hear me. നമ്മുടെ പ്രസംഗ വിഷയം ഇവിടെ ആരംഭിക്കുകയാണ്. Now my preaching points begins here. എങ്കിലും നിങ്ങൾ നന്മയ്ക്ക് ജ്ഞാനികളും തിന്മയ്ക്ക് അജ്ഞന്മാരുമാകണം എന്ന് ഞാൻ ഇച്ഛിക്കുന്നു. But I want you to be wise in what is good and simple concerning evil. വളരെ ശ്രദ്ധിക്കണമേ. Please hear me very carefully. ഞാനത് ഒത്തിരി ധ്യാനിച്ച വചനമല്ല. I did not meditate much on this scripture. തയ്യാറാക്കിയ പ്രസംഗവുമല്ല. And I did not prepare my message. ദൈവം തന്ന ഒരു ചിന്തയിൽ മാത്രം ഞാൻ നിൽക്കുകയാണ്. I stand here with a thought which God has given me. നിങ്ങൾ നന്മയ്ക്ക് ജ്ഞാനികളാകണം. You should be wise in what is good. തിന്മയ്ക്ക് അജ്ഞാനികളാകണം. And simple concerning evil. Innocent. കുറച്ച് നല്ല ട്രാൻസ്ലേഷൻ. Innocent. You stay innocent concerning evil or any wrong. കേട്ടെ, ഞാൻ പറഞ്ഞു ഞാനത് വിശദമായിട്ട് പ്രസംഗിക്കാൻ വേണ്ടി പോവുകയല്ല. I'm not going to give a detailed preaching on this. ആത്മാവ് തന്ന ഒരു ചിന്തയിലേക്ക് ഞാൻ പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. I decide to go into this thought which the Holy Spirit has given me. കാരണം ഈ വാക്യവുമായി കണക്റ്റഡ് ആണ് വാക്യം 20. Because verse 20 is connected to this scripture. മിക്ക ഇംഗ്ലീഷ് വേർഷൻസിലും അവിടെ ആൻഡ് ഉപയോഗിച്ചിട്ടാണ് വാക്യം 20 തുടങ്ങുന്നത്. In many translations verse 20 begins with the word and. അല്ലെങ്കിൽ then ഉപയോഗിച്ചിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. Or it begins with the word then. അതായത് 16ാമത്തെ വാക്യം നാം അനുസരിക്കുമ്പോൾ ലഭിക്കുന്ന വാക്തത്വമാണ് 19ാമത്തെ വാക്യം നാം അനുസരിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകുമ്പോൾ സ്വാഭാവികമായി നടക്കാൻ പോകുന്ന ഒരു ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്, ദൈവത്തിൻ്റെ വാക്തത്വമാണ് വാക്യം 20. Now verse 20 is the work of God or the promise of God that will fulfill in us when we fulfill verse 19 in our life. ദൈവം വേഗത്തിൽ സാത്താനെ നമ്മുടെ കാൽക്കീഴാക്കി ചതച്ചു കളയും. And the God of peace will crush Satan under our feet shortly. അതെപ്പോഴാണ്? When will that happen? നിങ്ങളുടെ അനുസരണം പൂർത്തീകരിക്കപ്പെടും. When your obedience is fulfilled. Amen. Amen. ഈ വാക്യം പലയിടത്തും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതുപോലത്തെ അർത്ഥത്തിൽ. This kind of scriptures is mentioned many places in the Bible. സ്പിരിച്വൽ വാർഫെയർ പറയുന്ന മറ്റൊരു ഭാഗമുണ്ട്. There is another place where it talks about the spiritual warfare. 2 കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 10-ാം അധ്യായത്തിലാണ്. In 2 Corinthians chapter 10. അവിടെ ആത്മീയയുദ്ധത്തിൻ്റെ മറ്റൊരു അല്ലെങ്കിൽ എക്സ്റ്റേണൽ സ്പിരിച്വൽ വാർഫെയറിൻ്റെ ഒരു വെളിപ്പാട് പൗലോസ് എഴുതി വെക്കുകയാണ്. Paul is writing a revelation of the external warfare. ഓക്കെ, 10-ാം അധ്യായം 2 കൊരിന്ത്യർ 10-ാം അധ്യായം. 2 Corinthians chapter 10.
അവിടെ 3-ാം വാക്യം തുടങ്ങി ഇങ്ങനെ വായിക്കുന്നു. Verse 3 onwards. ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. For though we walk in the flesh, we do not war according to the flesh. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡികങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. For the weapons of our warfare are not carnal, but mighty in God for pulling down strongholds. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കി നിങ്ങളുടെ അനുസരണം തികഞ്ഞു വരുമ്പോൾ എല്ലാ അനുസരണക്കേടിനും പ്രതികാരം ചെയ്യുവാൻ ഒരുങ്ങിയിരിക്കുന്നു. Casting down arguments and every high thing that exalts itself against the knowledge of God, bringing every thought into captivity to the obedience of Christ. ഈ ഭാഗം എക്സ്റ്റേണൽ പുറമേ നടക്കുന്ന ആത്മീയ യുദ്ധത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുക. This portion talks about the external warfare. അകത്ത് നടക്കുന്ന ആത്മീയുദ്ധമുണ്ട്, പുറത്തുള്ള ആത്മീയുദ്ധമുണ്ട്. There is a spiritual warfare that happens within us and outside us. ഈ ഭാഗം പറയുന്നത് സുവിശേഷം പ്രസംഗിക്കുമ്പോൾ ഒരു വ്യക്തിയിൽ നടക്കുന്ന യുദ്ധത്തെക്കുറിച്ച് This പറയുകയാണ്. portion talks about a warfare that happens when we preach the gospel to a person. അതെല്ലാം സമയമില്ലല്ലോ. I don't have time to speak all this. പറയാണ് നിങ്ങൾ സകല വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കുന്നു. Bringing every thought into captivity to the obedience of Christ. സകല വിചാരങ്ങളും പിടിച്ചടക്കപ്പെടുന്നിടത്താണ് കർത്താവിനോടുള്ള അനുസരണം ഉണ്ടാകുന്നത്. When we bring every thought into captivity to the obedience of Christ, that is when we obey God. നിങ്ങളുടെ അനുസരണം തികഞ്ഞു വരുമ്പോൾ, that is when your obedience is fulfilled. അടുത്ത ഭാഗം പറയും നിങ്ങളുടെ അനുസരണം തികഞ്ഞു വരണം. When your obedience must be fulfilled. അപ്പോൾ എല്ലാ അനുസരണക്കേടിനും നമ്മൾ ഒരുമിച്ച് പ്രതികാരം ചെയ്യും. And that is the time when we will punish all disobedience together. ഞാൻ ആ വാക്ക് മാത്രം അവിടെ നിങ്ങളെ കാണിക്കുകയാണ്. I'm showing only this particular word for you. ആത്മയുദ്ധത്തിൽ ഒരു വ്യക്തി ജയിക്കുന്നത്, ജയാളിയാകുന്നത് അവന്റെ അനുസരണം തികഞ്ഞു വരുമ്പോഴാണ്. When a person becomes victorious in the spiritual warfare, when his obedience is fulfilled. അവന്റെ ചിന്തകളിൽ പോലും അനുസരണം വരും. Even he will have obedience in his thoughts. അവന്റെ സകല ഇമാജിനേഷൻസിലും അനുസരണം വരും. And obedience, he will have obedience even in all his imaginations. അവന്റെ സകല വാക്കുകളിലും അനുസരണം വരും. He will have obedience in all his words. അവന്റെ സകല തീരുമാനങ്ങളിലും അനുസരണം വരും. And he will have obedience in all his decisions. അവന്റെ സകല പ്രവൃത്തികളിലും അനുസരണം വരും. And he will have obedience in all his works. അങ്ങനെ നമ്മുടെ അനുസരണം തികഞ്ഞു വരുന്ന ഒരു ഘട്ടം വരും. And there is a time our obedience will be fulfilled. അതിന്റെ മറ്റൊരു പ്രത്യേകത നമ്മൾ അന്ന് നന്മയ്ക്ക് മാത്രം ജ്ഞാനികളായിരിക്കും. And the specialty is that on that day we will be wise only in what is good. നന്മ മാത്രം നാം അറിയത്തുള്ളൂ. We will only know what is good. തിന്മയ്ക്ക് അജ്ഞാനികളാകും, അല്ലെ തിന്മയ്ക്ക് നാം ഇന്നസെന്റായി നിഷ്കളങ്കന്മാരാകും. And we will become innocent to what is wrong. What is evil? Or what is evil. ഞാൻ ഇപ്പോൾ വിവരിക്കാൻ വേണ്ടി പോവുകയാണ്. I'm not going to explain this now. ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ അവൻ്റെ ഏദൻ തോട്ടത്തിൽ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം വെച്ചിരുന്നു. When God created the first man and he placed him in the Garden of Eden, God has made a tree in the middle of the garden, that is the tree of the knowledge of good and evil. അപ്പോൾ തന്നെ ജീവവൃക്ഷത്തിന്റെ ജീവവൃക്ഷം അവിടെ ഉണ്ടായിരുന്നു. And at the same time there was this tree of life. ജീവവൃക്ഷം കാണിക്കുന്നത് പിതാവാം ദൈവത്തെയാണ്. The tree of life shows the Father God in heaven. ജീവവൃക്ഷത്തിന്റെ ഫലം കാണിക്കുന്നത് പുത്രനായ യേശുവിനെയാണ്. And the fruit of the tree of life shows the Son Jesus Christ. അല്ലെ പുത്രത്വ ജീവനെയാണ്. Or that is the life of the sonship. ദൈവത്തിന്റെ തീരുമാനം മനുഷ്യൻ ജീവവൃക്ഷത്തെ തെരഞ്ഞെടുത്ത് അതിൻ്റെ ഫലം ഭക്ഷിച്ച് ആ സമ്പൂർണമായ ദൈവജീവന്റെ അനുഭവത്തിലേക്ക് പ്രവേശിക്കണമെന്നായിരുന്നു. And God desired that his children will eat from the tree of life and enter into the sonship which God has prepared for us. പക്ഷെ അതിന് അവരുടെ മുമ്പിൽ ഒരു ടെസ്റ്റ്, ഒരു പരിശോധന വെച്ചിട്ടുണ്ട്. But for that God has placed a test before him. അത് നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷമാണ്. That is the tree of
knowledge of good and evil. ദൈവത്തിന് ഒരു ക്രമമുണ്ടെന്ന് നിങ്ങൾ You അറിഞ്ഞിരിക്കണം. need to know that God has a pattern. ഏതൊരു വ്യക്തിയെ അനുഗ്രഹിക്കണമെങ്കിലും ഏതൊരു വ്യക്തിക്ക് അവൻ്റെ ജീവിതത്തിൽ പ്രമോഷൻ കൊടുക്കണമെങ്കിലും ദൈവം അവൻ്റെ മുമ്പിൽ ഒരു ടെസ്റ്റ് വെക്കും, ഒരു പരിശോധന വെക്കും. To bless a person, to promote a person, God will place a test before him before he blesses him. ജീവവൃക്ഷത്തിൻ്റെ ഫലം പ്രതിദാനം ചെയ്യുന്ന നിത്യജീവൻ്റെ സമ്പൂർണ്ണ അനുഭവത്തിലേക്ക്, നിത്യ തേജസ്സിൻ്റെ സമ്പൂർണ്ണ അനുഭവത്തിലേക്ക് ആദാം പ്രവേശിക്കണമെങ്കിൽ അവൻ്റെ മുമ്പിൽ ഒരു പരിശോധനയുണ്ട്, അവനത് പാസ്സാകണം. And if Adam has to enter into the eternal life through eating the tree of from the fruit of the tree of life, he has to pass the test, that is the tree of the knowledge of good and evil. അത് ദൈവികമല്ലാത്ത ഒരുതരം ജ്ഞാനമാണ് നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷം കൊടുക്കുന്നത്. And the tree of the knowledge of good and evil is not the knowledge of God, is different from the knowledge of God. Amen. അത് അവൻ അനുഭവിച്ചറിയാൻ പോകുന്ന ജ്ഞാനമാണ്. And that is a knowledge that which he has to experience and know. അതായത് നന്മയും തിന്മയും എന്താണെന്ന്, അനുഗ്രഹവും ശാപവും എന്താണെന്ന് അവൻ അനുഭവിച്ചറിയാൻ പോകുന്നതാണ് ഈ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷം. And this tree of the knowledge of good and evil makes this person to experience what is wrong and what is good and what is evil. ദൈവത്തിന് എല്ലാ കാര്യങ്ങളും അറിയാം. God knows all things. അവന് നന്മയും തിന്മയും എല്ലാം He അറിയാം. knows good and evil. അവന് പാപം എന്തെന്നറിയാം. He knows what is sin. ശാപം He എന്തെന്നറിയാം. knows what is curse. രോഗം He എന്തെന്നറിയാം. knows what is sickness. പക്ഷെ ദൈവം അനുഭവിച്ചിട്ടല്ല അറിയുന്നത്. But he does not know this by experience. അവന്റെ ഡിവൈൻ വിസ്ഡത്തിൽ ദൈവത്തിനെല്ലാം അറിയാം. But he knows all this in his divine wisdom. പക്ഷെ നന്മ തിന്മകളെ കുറിച്ചുള്ള വൃക്ഷത്തിന്റെ ഫലം ഭക്ഷിച്ചാൽ അവൻ്റെ ഇതെല്ലാം നന്മയും തിന്മയും അനുഭവിച്ചറിയാൻ വേണ്ടി പോകും. But this person, when he eats from this tree of the knowledge of good and evil, he is going to experience all this and know what is good and evil. ആ ടെസ്റ്റിൽ ആദമും ഹവ്വയും പരാജയപ്പെട്ടു. And Adam and Eve failed in the test which God has given them. അന്ന് അവരകത്ത് ഈ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവ് കയറി. And at that day the knowledge of good and evil has entered into them. അവർ നന്മയും തിന്മയും ഏറ്റവും മോശമായ നിലയിൽ അനുഭവിച്ചറിയാൻ തുടങ്ങി. And they started to experience both evil and good in the most terrible way. പിശാചിന്റെ ഇടപെടലിലൂടെ അത് ഏറ്റവും വഷളായി തീർന്നു. And because Satan intervened, it has become more worse. പിശാചിന്റെ സാന്നിധ്യത്തിലൂടെ, പിശാച് അവരെ ബാധിച്ചതിലൂടെ സകല മനുഷ്യരാശിയിലും ഈ നന്മയും തിന്മയും അവർ പറഞ്ഞ ഏറ്റവും മോശമായ നിലയിൽ അനുഭവിക്കാൻ തുടങ്ങി. And because Satan has influenced and intervened, the people that came afterwards them has experienced both good and evil in the most terrible and most worst way. ഒടുക്കത്തെ ആദാമായ യേശു ക്രൂശിൽ വന്ന് ആദാമിന്റെ അനുസരണക്കേടിന് സകല പരിഹാരം വരുത്തി കഴിഞ്ഞു. But the last Adam has come, and on the cross he has made solution for all disobedience of Adam. യേശു First Adam. ക്രിസ്തു രണ്ടാമത്തെ മനുഷ്യനായി തീർന്നു. And Jesus became the second man. നമ്മെ ആ രണ്ടാമത്തെ മനുഷ്യനെ ദൈവം ആക്കി വെച്ചു. And God has placed us in that second man. നമ്മുടെ സകല അനുഗ്രഹങ്ങളും സ്ഥാനങ്ങളും ഐഡന്റിറ്റിയും എല്ലാം ആ രണ്ടാം മനുഷ്യനെ ദൈവം ആക്കി വെച്ചു. All our identity and our blessing, everything that we have is now in the second man. ആ രണ്ടാം മനുഷ്യൻ ക്രിസ്തു നമ്മിലായി തീർന്നു. And now this second man Jesus has come within us. ജീവവൃക്ഷത്തിന്റെ ഫലം നമ്മുടെ അകത്ത് വന്നു കഴിഞ്ഞു. Now the fruit of the tree of life has now come within us. പക്ഷേ ഇപ്പോഴും നമ്മുടെ ദേഹിയിൽ ദൈവം ആഗ്രഹിക്കാത്ത മാനുഷികമായ കുറേ തിന്മകളുണ്ട്. But even now there are a lot of bad treasures which is within our soul which God does not like. പിശാചിന്റെ പ്രോഡക്റ്റുകൾ നമ്മുടെ അകത്ത് ധാരാളമായിട്ടുണ്ട്. There are lots of products of Satan within us. സത്യത്തിൽ നമ്മുടെ അറിവ് മുഴുവനും ഈ തിന്മയുമായുള്ള ബന്ധത്തിലാണ്. In true, all the knowledge that we have is in connection with evil. നമ്മുടെ ബുദ്ധിയിലെ അറിവുകൾ ഏകദേശം മുഴുവനും തന്നെ പാപവുമായിട്ടുള്ള തിന്മയുമായിട്ടുള്ള അറിവാണ്. Almost all the knowledge that we have in our understanding is connected with sin and evil. നമ്മുടെ ഹൃദയത്തിലെ സകല വികാരങ്ങളും
തിന്മയുമായി പാപവുമായുള്ള ബന്ധത്തിൽ കണക്റ്റഡ് ആണ്. All the emotions of our hearts are connected with evil and sin. നമ്മുടെ സ്വയത്തിലെ തീരുമാനം, നമ്മുടെ ഇച്ഛയിലെ തീരുമാനം മുഴുവനും തിന്മയുമായിട്ടുള്ള ബന്ധത്തിലാണ്. The decisions of our own will is connected with evil and sin. നമ്മുടെ വായിൽ ഓരോ വാക്കുകളും തിന്മയുമായുള്ള ബന്ധത്തിൽ കണക്റ്റഡ് ആണ്. All the words that comes out of our mouth is connected with evil. നമ്മുടെ ഓരോ തീരുമാനങ്ങളും ഓരോ ചലനങ്ങളും ഓരോ പ്രവർത്തികളും ആക്ഷൻസും അത് തിന്മയുമായുള്ള ബന്ധത്തിൽ കണക്റ്റഡ് ആണ്. All our decisions, all our actions are connected with the works of evil and sin. ഇനി നമ്മൾ ദൈവമക്കളായതുകൊണ്ട് നമ്മുടെ വാക്കുകളും നമ്മുടെ പ്രവൃത്തിയും ഒക്കെ കുറച്ച് നമ്മൾ നന്മയിലേക്ക് കൊണ്ടുവരും, കുറച്ച് കൺട്രോൾ ചെയ്യാൻ Now ശ്രമിക്കും. because we are the children of God, we will bring our works and our words, actions all to the will of God. We try to bring it to the will of പക്ഷെ God. നമ്മുടെ ഹൃദയം നോക്കിയേ, But check our hearts. നമ്മുടെ വികാരം ഒന്ന് നോക്കിയേ, Check our emotions. അവിടെ കിടക്കുന്ന മുഴുവനും തിന്മകളാണ്. What remains there is fully evil. നമ്മുടെ ബുദ്ധിയിലെ അറിവ് നോക്കിയേ, Check your understanding. നമ്മുടെ മിക്ക അറിവുകളും തിന്മ കൊണ്ട് നിറഞ്ഞതാണ്. All our knowledge is filled with evil. ഓരോ നിമിഷവും നമ്മുടെ മനസ്സിലൂടെ നമ്മുടെ തലച്ചോറിലൂടെ കടന്നു പോകുന്ന ആ തോട്ട് പ്രോസസ്, ആ ചിന്താധാര നോക്കിയേ, അത് മുഴുവനും അശുദ്ധമാണ്, തിന്മകളാണ്. Check your thoughts that comes every second in your mind. It's all filled with filthiness and it's connected with sin and evil. ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ ഈ അന്തരംഗം, നമ്മുടെ അകത്തുള്ള മുഴുവനും, നമ്മുടെ ബുദ്ധി, നമ്മുടെ മനസ്സ്, നമ്മുടെ ചിന്ത, നമ്മുടെ വികാരം, നമ്മുടെ സ്വയ ഇച്ഛ, നമ്മുടെ തീരുമാനം, ഇത് മുഴുവനും നന്മയായി തീരണം, ദൈവത്തിൻ്റെതായി തീരണം. But God desires that our entire person, our mind, our emotions, our will, everything of us will be filled with the goodness of God. 103-ാം സങ്കീർത്തനം ദാവീദ് പറഞ്ഞുകൊണ്ട്, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവ അന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ. എൻ്റെ സർവ അന്തരംഗം. In Psalms chapter 103 we can see David is praying, Bless the Lord, O my soul, and all that is within me. Bless all his that holy is name. within me. എൻ്റെ അകത്തുള്ള എൻ്റെ സർവാന്തരംഗം. All that is within me. എന്തൊക്കെയാ അത്? What are they? നമ്മുടെ മനസ്സ്, Our mind, നമ്മുടെ ബുദ്ധി, our brain, നമ്മുടെ അറിവ്, our knowledge, നമ്മുടെ ഓരോ ചിന്തകൾ, all our thoughts, നമ്മുടെ ഓരോ വികാരങ്ങൾ, all our emotions, നമ്മുടെ സ്വയത്തിന്റെ ഓരോ തീരുമാനങ്ങൾ, and the decisions of our will. ഇതെല്ലാമാണ് സർവ്വ അന്തരംഗം. It's all our being. അത് മുഴുവനും ദൈവത്തിന് മഹത്വം കൊടുക്കണം. And let all that is within me bless his holy പക്ഷെ name. ഇപ്പൊ അങ്ങനല്ല. But it's not happening now. നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന അന്തരംഗത്തിലെല്ലാം ധാരാളം തിന്മ കിടക്കുക. These things, all that is within me is filled with a lot of evil. Amen. പറയുന്നു, നിങ്ങൾ ഈ തിന്മയ്ക്ക് അജ്ഞാനികളായി തീരണം. The scripture says we should become innocent to what is evil. നമ്മളിപ്പോ അങ്ങനല്ലല്ലോ. Are we like that now? നമ്മുടെ ചിന്ത അങ്ങനല്ലല്ലോ. Are our thoughts like that now? നമ്മുടെ ചിന്തയിൽ സമ്പൂർണ്ണ അനുസരണം വന്നു. Did we receive complete obedience in our thoughts? നമ്മുടെ എല്ലാ വിചാരങ്ങളും നമുക്ക് പിടിച്ചടക്കാൻ പറ്റുന്നുണ്ടോ? Are we able to capture all our emotions? ഇല്ല, നമ്മുടെ അകത്ത് തിന്മകൾ ഏറെയുണ്ട്. No, we are not able to. We have lot of bad treasures within us. അവിടെയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത് വലിയ ഒരു വാർഫെയർ, ആത്മയുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നത്. That is where the Holy Spirit is doing a great warfare within us. ഞാൻ പറഞ്ഞല്ലോ, ബാറ്റിൽ belongs to the Lord. യുദ്ധം യഹോവയ്ക്കുള്ളതാണ്. I said this, that the battle belongs to the Lord. പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത് വലിയൊരു യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുക. The Holy Spirit is doing a great battle within us. ഒന്നാമതായി, First of all, നമ്മുടെ അകത്ത് വലിയ സൗഖ്യം, ഹീലിംഗ് നടത്തിക്കൊണ്ടിരിക്കുക. Holy Spirit is healing our entire person. നമ്മുടെ മനസ്സിൽ തകർച്ചകളുണ്ട്. We have brokenness in our mind. ഹൃദയത്തിൽ We തകർച്ചകളുണ്ട്. have brokenness in our heart. ഹൃദയത്തിൽ മുറിവുകളുണ്ട്. There are a lot of wounds in our നമ്മുടെ heart. മെമ്മറിയിൽ തകർച്ചകളുണ്ട്, മുറിവുകളുണ്ട്. We have wounds and brokenness in our memories. പരിശുദ്ധാത്മാവ് ഓരോ നിമിഷവും നമ്മുടെ
മനസ്സിനെയും ഹൃദയത്തിലും ഉണ്ടായ തകർച്ചകളെ മുറിവുകളെ സൗഖ്യമാക്കിക്കൊണ്ടിരിക്കും. And the Holy Spirit is healing all these brokenness and wounds every moment in our life. അതാണ് യെശയ്യാവിന്റെ പുസ്തകം 61 വ്യക്തമായി That's രേഖപ്പെടുത്തിയിരിക്കുന്നത്. what written very clearly in Isaiah. ഹൃദയത്തിൻ്റെ മുറിവുകളെ സൗഖ്യമാക്കുന്ന, പ്രാണന്റെ ദേഹിയുടെ മുറിവുകളെ സൗഖ്യമാക്കുന്ന ഒരു അഭിഷേകം യേശു ക്രിസ്തുവിന്റെ മേലുണ്ട്. There is an anointing which is upon Jesus Christ to heal the brokenhearted. അതേ അഭിഷേകം നമ്മുടെ അകത്ത് വന്നിരിക്കുക. And the same anointing has come within us. ആ അഭിഷേകം നമ്മളെ And സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുക. that anointing is now healing us. നിങ്ങൾ സൗഖ്യമായിട്ടില്ലെങ്കിൽ അതിന്റെ കാരണം നിങ്ങളുടെ ദേഹി, നിങ്ങളുടെ ഹൃദയം സമർപ്പിച്ചു കൊടുക്കാത്തതുകൊണ്ടാണ്. The reason why you are not being healed is because you have not yet surrendered your soul to God. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ നിങ്ങളെ സൗഖ്യമാക്കാൻ അനുവദിക്കാത്തതുകൊണ്ടാണ്. Because you are not allowing the Holy Spirit to heal your heart. ദീർഘവർഷങ്ങളായി കർത്താവിങ്കൽ വന്നിട്ടും പലരും ഹൃദയത്തിന്റെ തകർച്ചകളിലും മുറിവിലും ജീവിക്കുന്നവരാ. Many years have passed since you have come to Christ, but many people are still living in brokenness and wounds. പരിശുദ്ധാത്മാവ് കർത്താവായ നിങ്ങളുടെ അകത്ത് വാഴുന്നെങ്കിലും നിങ്ങളുടെ ഹൃദയത്തെ സമർപ്പിച്ചു കൊടുക്കുന്നില്ലെങ്കിൽ അവന് നിങ്ങൾ സൗഖ്യമാക്കാൻ Even കഴിയില്ല. though the Holy Spirit is ruling in your heart as your Lord, if you do not submit your heart to Him, He cannot heal you. സൗഖ്യത്തിന് ഏറ്റവും ആവശ്യമായ പദമാണ് സറണ്ടർ, സമർപ്പണം. The main thing that Holy Spirit needs from you for healing you is your surrender, your submission. സമർപ്പണം ഒരിക്കൽ മാത്രമല്ല, എല്ലാ ദിവസവും വേണ്ടതാണ്. Submission and surrender is not only for once, but it has to happen every day. എല്ലാ മണിക്കൂറും വേണ്ടതാണ്. You need it every hour. എല്ലാ മിനിറ്റും You need വേണ്ടതാണ്. it every minute. കാരണം പരിശുദ്ധാത്മ നിങ്ങളുടെ അകത്ത് വലിയ കാര്യം Because നടത്തിക്കൊണ്ടിരിക്കുക. the Holy Spirit doing great things within you. നിങ്ങളുടെ അകത്ത് And He is സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുക. healing within you. ഓരോ നിമിഷവും സമർപ്പിച്ചു കൊടുക്കുമ്പോൾ അവൻ നിങ്ങളുടെ ഓരോ മേഖലകളെ സൗഖ്യമാക്കി അവന്റെ സ്വന്തമാക്കിക്കൊണ്ടിരിക്കുക. Each minute when you surrender, God, He is healing you and He is making that place His own. നമ്മുടെ ചിന്തകളെ നോക്കിയേ. Check our thoughts. നമ്മുടെ ചിന്ത എത്ര അശുദ്ധമാണ്. How filthy are our thoughts? നമ്മുടെ സെൻസസ്, നമ്മുടെ ഇന്ദ്രിയങ്ങൾ നോക്കിയേ. Check our senses. അത് മുഴുവൻ It's അശുദ്ധമാണ്. fully evil. നമ്മുടെ അകത്ത് വരുന്ന ചിന്തകളെ നാം ഓരോ നിമിഷവും പരിശോധിക്കണം. We need to check the thoughts that comes in our mind every moment. അത് തിന്മ നിറഞ്ഞ ചിന്തകളാ ഉള്ളത്. The thoughts are filled with evil. ജഡമോഹം ഉള്ള ചിന്തകളാ The ഉള്ളത്. thoughts are filled with the lust of the flesh. ലോകമോഹമുള്ള ചിന്തകളാ The ഉള്ളത്. thoughts are filled with the lust of this world. ജീവനത്തിന്റെ പ്രതാപത്തെ വഹിക്കുന്ന ചിന്തകളാ, pride of life. And the thoughts are filled with the pride of life. അശുദ്ധമായ ചിന്തകളാ. It's all filthy thoughts. ആ പാപചിന്തകളാ. It's all thoughts of sin. ആ ചിന്തകളിൽ നമുക്ക് ഇന്ന് വരെ അനുസരണം വന്നിട്ടില്ല. And today we have not yet received obedience in all our thoughts. പരിശുദ്ധാത്മാവിന്റെ ചിന്തകളെ പിടിച്ചടക്കാൻ നമ്മെ And സഹായിച്ചുകൊണ്ടിരിക്കുക. Holy Spirit is helping us to captive our thoughts. റോമർ 12:1 പ്രകാരം നമ്മുടെ മനസ്സിനെ നവീകരിക്കുവാൻ ആത്മാവ് പരിവർത്തിച്ചുകൊണ്ടിരിക്കുക. And according to Romans chapter 12, the Holy Spirit is working in us to renew our mind. പാഴും ശൂന്യമായിരിക്കുന്ന ഭൂമിയിൽ വെള്ളത്തിന്മീതെ ആഴത്തിന്മീതെ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചതുപോലെ ഇന്ന് നമ്മുടെ പാഴും ശൂന്യമായിരിക്കുന്ന ബുദ്ധിമണ്ഡലങ്ങളിൽ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചുകൊണ്ടിരിക്കുക. As the Holy Spirit was hovering over the waters which was over the earth which was formless and void, the Holy Spirit is hovering over our mind and thoughts which is formless and void. പരിശുദ്ധാത്മ നമ്മുടെ അകത്ത് The പരിവർത്തിച്ചുകൊണ്ടിരിക്കുക. Holy Spirit is working and hovering over us. നമ്മുടെ ഹൃദയത്തെ സൗഖ്യമാക്കാൻ He പരിവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. is hovering over us to heal our heart. നമ്മുടെ മനസ്സിനെ സൗഖ്യമാക്കാൻ He is പരിവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. hovering over us to heal our mind and നമ്മുടെ thoughts. ഹൃദയത്തിൽ അനേകമായ ദുഷിച്ച വികാരങ്ങളുണ്ട്. There are a lot of negative emotions in our heart. ഭയം നമ്മുടെ അകത്തുണ്ട്. We have fear. ആകുലത നമ്മുടെ അകത്തുണ്ട്. We have anxieties. സംശയം നമ്മുടെ We have അകത്തുണ്ട്. doubt. കയ്പ് നമ്മുടെ We have അകത്തുണ്ട്. bitterness. കോപം നമ്മുടെ We have അകത്തുണ്ട്. anger. അങ്ങനെ നൂറുകണക്കിന് നെഗറ്റീവ് നിഷേധാത്മകമായ വികാരങ്ങൾ നമ്മുടെ അകത്തുണ്ട്. Like this, there are lots of negative emotions in our heart. നമ്മുടെ വികാരം മൊത്തം തിന്മയുമായി ബന്ധപ്പെട്ട, All our emotions are connected with evil. അതിനകത്ത് പിശാചിന്റെ കോട്ടകളുണ്ട്. And there is the
Strongholds. There is a stronghold of Satan behind all these ഈ emotions. പറഞ്ഞ ഓരോ വികാരങ്ങളും പിശാചിന്റെ മറവിടങ്ങളാണ്, ഹൈഡിംഗ് പ്ലേസസ് All ആണ്. these negative emotions are the hiding place of Satan. നിങ്ങളുടെ അകത്ത് ഭയമുണ്ടെങ്കിൽ ഭയം പിശാചിന്റെ ഒരു സ്ട്രോങ് ഹോൾഡ്, കോട്ടയാണ്. If you have fear within you, that is the stronghold of Satan to hide in you. നിങ്ങളുടെ അകത്ത് കോപം കൂടിയിരിക്കുന്നതിൽ കോപം പിശാചിന്റെ ഒരു കോട്ടയാണ്. If you have much anger within you, that anger is the stronghold of Satan. നിങ്ങളുടെ അകത്ത് ലൈംഗിക പാപമുണ്ടെങ്കിൽ അത് പിശാചിന്റെ ഒരു കോട്ടയാണ്. If you have sexual sin in your life, that is a stronghold of Satan in you. അത് പിശാചിന്റെ മറവിടങ്ങളാണ്. That are hiding place of Satan in you. അതിനകത്തിരുന്നു കൊണ്ട് പിശാച് നിങ്ങളുടെ ചിന്തകളെ And പിടിച്ചടക്കിക്കൊണ്ടിരിക്കുക. Satan is hiding behind those emotions and captivating your thoughts. പക്ഷെ ആ ഓരോ ഇമോഷണൽ സ്ട്രോങ് ഹോൾഡ്സും വൈകാരികപരമായ കോട്ടകൾ സമർപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ വചനത്താൽ അതിനെ ഇടിച്ചു കളഞ്ഞിരിക്കും. But when you surrender your emotions, when you surrender your heart to the Holy Spirit, He will demolish all these strongholds which is in your heart. ഹല്ലേലൂയ. Hallelujah. പരിശുദ്ധാത്മാവ് വലിയൊരു പ്രവൃത്തി നമ്മുടെ അകത്ത് The നടത്തിക്കൊണ്ടിരിക്കുക. Holy Spirit is doing a great work in us. ഒരു വലിയ യുദ്ധം നമ്മുടെ അകത്ത് A നടന്നുകൊണ്ടിരിക്കുകയാണ്. great warfare is happening നാം with അതിന് us. ഓരോ നിമിഷവും സമർപ്പിച്ചു കൊടുക്കണം. And for that reason, we need to submit every minute. നമ്മുടെ ബുദ്ധി നോക്കിയേ. Now check our brain. നമ്മുടെ ബുദ്ധിയിലെ അറിവുകൾ മുഴുവനും ദൈവത്തിന് വിരോധമായുള്ള അറിവുകളാണ്. All the knowledge that is within our brain is against the knowledge of God. നാം പലപ്പോഴും ജീവിക്കുന്നത് ഈ തെറ്റായ അറിവുകളിലും തെറ്റായ ചിന്തകളിലും സൗഖ്യമാകാത്ത വികാരങ്ങളിലുമാണ് And ജീവിക്കുന്നത്. many times we live in this wrong knowledge and wrong understanding and wrong negative emotions. അങ്ങനെയുള്ള ആൾക്കാരെ ഒന്ന് കറക്റ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ട്, അവർക്ക് മനസ്സിലാകാത്ത പോലുമില്ല. And we are not, it's hard to correct such a person because they don't even understand. കാരണം അവരുടെ ചിന്തകൾ വചനവിരുദ്ധമാണ്. Because their thoughts are against the knowledge of against the word of അവരുടെ God. അറിവുകൾ വചനവിരുദ്ധമാണ്. Their knowledge is against the word of God. വികാരങ്ങൾ Their വചനവിരുദ്ധമാണ്. emotions are against the word of God. ഇതെല്ലാം ഉപയോഗിച്ചാണ് അവർ ഓരോ സമയത്തും തീരുമാനങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. And using these broken emotions, they take decisions in their life. അവിടെ എല്ലാം പരാജയമാണ്. And they fail in their life. പരിശുദ്ധാത്മാവ് ഈ മേഖല മുഴുവനും നമ്മുടെ അകത്ത് സൗഖ്യമാക്കി വിടിവിച്ച് ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുക. And the Holy Spirit is healing all these places and sanctifying us completely. ഞാൻ വീണ്ടും ആവർത്തിക്കട്ടെ. Let me repeat this again. ആത്മാവ് നമ്മുടെ അകത്ത് പരിവർത്തിച്ചുകൊണ്ടിരിക്കുക. The Holy Spirit is hovering within us. ഒന്നാമത് നമ്മുടെ ഹൃദയത്തെ സൗഖ്യമാക്കാൻ വേണ്ടി. First of all, to heal our heart. രണ്ടാമത് നമ്മുടെ അകത്തുള്ള കോട്ടകളെ ഇടിച്ചു കളഞ്ഞ് നമ്മെ വിടിവിക്കാൻ വേണ്ടി. Secondly, to demolish all the strongholds within us and to deliver മൂന്ന്, us. നമ്മുടെ അകത്തുള്ള അന്തരംഗങ്ങളെ പൂർണ്ണമായി ശുദ്ധീകരിക്കാൻ വേണ്ടി. And thirdly, to sanctify all that is within us completely. നാലാമത് നമ്മുടെ അകത്തുള്ള ഈ വിഷയങ്ങളെല്ലാം നവീകരിക്കാൻ വേണ്ടി, ഈ അന്തരങ്ങൾ മൊത്തം നവീകരിക്കാൻ വേണ്ടി. And fourthly, he is working to renew all that is within us. അഞ്ചാമതായി ലക്ഷ്യം യേശുക്രിസ്തുവിന്റെ സ്വരൂപത്തോട് അനുരൂപമായി നമ്മെ രൂപാന്തരപ്പെടുത്താൻ വേണ്ടി. And fifthly, he is working in us to transform us completely to the image of Jesus Christ. ലക്ഷ്യം ട്രാൻസ്ഫോർമേഷൻ ആണ്. The main aim is to transform us. ലക്ഷ്യം എന്ന് പറഞ്ഞാൽ രൂപാന്തരമാണ്. The aim is to transform us. രൂപാന്തരം എന്ന് പറഞ്ഞാൽ മറുരൂപമലയിൽ യേശു കർത്താവ് തേജസ്കരിക്കപ്പെട്ടു, ട്രാൻസ്ഫിഗറേഷൻ, യേശു തേജസ്കരിക്കപ്പെട്ടു എന്ന പദമുണ്ട്, അതേ അർത്ഥത്തിൽ പറഞ്ഞിരിക്കുകയാണ്. The meaning of transform is used in the same meaning when Jesus Christ was transfigured on the mountain. Complete change from inside out. അകത്ത് നിന്ന് പുറത്തോട്ട് വ്യാപരിക്കുന്ന സമ്പൂർണമായ രൂപാന്തരം. A complete change and transformation from inside out. അത് കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുക. And God is doing that. ആ വാക്യമാണ് ഈ 19 വാക്യത്തിനർത്ഥം. That the meaning of verse 19 is this. അവിടെ നിങ്ങളുടെ അനുസരണം പൂർണ്ണമാകും. There your obedience will be fulfilled. നിങ്ങൾ തിന്മയ്ക്ക് അജ്ഞാനികളാകുന്നു. And you will become unwise to what is, you will become innocent to what is evil. ആദമന്റെ വീഴ്ചയിൽ അകത്തു വന്ന എല്ലാ ദുർനിക്ഷേപങ്ങളും എല്ലാ തിന്മകളും നമ്മിൽ നിന്ന് കംപ്ലീറ്റ് ആയി മാറ്റപ്പെടുകയാണ്. And every bad treasures and evil treasures that has come in us through what Adam has done is being removed completely. എന്നിട്ട് നന്മ മാത്രം നമ്മുടെ അകത്ത്
അകത്ത് വെളിപ്പെടാൻ തുടങ്ങി. And only what is good will start to manifest within us. അസാധ്യമാണോ? Is that possible? സാധ്യമാണ്. It is possible. ദൈവം പറയുന്നു, ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരാകണം. God is saying, as I am holy, you must also be holy. ദൈവം വിശുദ്ധന, ഒരു സംശയവുമില്ല. God is holy and there is no doubt. നാമും അതുപോലെ വിശുദ്ധരാകണം. And we also must become holy like അത് him. നമ്മുടെ മരണശേഷമല്ല, It's not after our death, ഈ ഭൂമിയിൽ but ജീവിക്കുമ്പോൾ. when we live in this world. യേശുക്രിസ്തുവിന്റെ സ്വരൂപത്തോട് നമ്മൾ അനുരൂപരായിത്തീരണം. We should be transformed to the image of Jesus Christ. അത് മരണശേഷമല്ല, ഇന്നിവിടെ It's ജീവിക്കുമ്പോൾ. not when after we die, but when we live today in this world. പിതാവിലുള്ള നന്മകളും പുത്രനുള്ള മാനുഷിക നന്മകളും നമ്മിൽ ഒരുപോലെ നിറയണം. All the blessings which is in the Father and all the manly blessings which is in Jesus has to completely fill in us. യേശു തികഞ്ഞ മനുഷ്യനാ. Jesus is a perfect man. നാം അവന്റെ തികവിലേക്ക് വരണം. And we need to come to that perfect manhood. നാം തികഞ്ഞ പുരുഷത്വം പ്രാപിക്കണം. We need to acquire this perfect നാം manhood. ക്രിസ്തുവിന്റെ സമ്പൂർണ്ണതയായ പ്രായത്തിന്റെ അളവ് പ്രാപിക്കുവോളം വളരണം. And we need to grow till we acquire the full stature of Jesus Christ. ക്രിസ്തു എന്ന തലയോളം നാം സകലത്തിലും വളരണം. And we need to grow to the head that is Christ Jesus. അതിനായി പരിശുദ്ധ ആത്മാവ് നമ്മുടെ ആത്മദേഹി ദേഹത്തെ സമ്പൂർണ്ണമായി വിശുദ്ധീകരിച്ചുകൊണ്ടിരിക്കും. For that reason the Holy Spirit is completely sanifying our spirit, soul and body. അങ്ങനെ നിങ്ങൾ ഒരു ദിവസം നന്മയ്ക്ക് മാത്രം ജ്ഞാനികളായി തീരും. And one day you will become wise to only what is good. തിന്മയ്ക്ക് And you അജ്ഞാനികളാണ്. will become innocent to what is അർത്ഥം നിങ്ങൾ evil. തിന്മ ചെയ്യത്തില്ല. The meaning is that you will never do any evil. തിന്മ You ചിന്തിക്കത്തില്ല. will not think evil. നിങ്ങളുടെ ചിന്തയിൽ And there തിന്മയുണ്ടാകത്തില്ല. will be no evil in your thoughts. നിങ്ങളുടെ ഹൃദയത്തിൽ There will തിന്മയുണ്ടാകത്തില്ല. be no evil in your heart. നിങ്ങളുടെ വികാരങ്ങളിൽ There will be തിന്മയുണ്ടാകത്തില്ല. no evil in your emotions. നിങ്ങളുടെ തീരുമാനങ്ങളിൽ There will be തിന്മയുണ്ടാകത്തില്ല. no evil in your നിങ്ങളുടെ decisions. ശബ്ദത്തിൽ വാക്കുകളിൽ There will be തിന്മയുണ്ടാകത്തില്ല. no evil in your words. നിങ്ങളുടെ ആക്ഷൻസിൽ പ്രവർത്തികളിൽ There will തിന്മയുണ്ടാകത്തില്ല. be no evil in your actions. ദൈവത്തിന്റെ ആത്മാവ് അതിനുവേണ്ടി നമ്മളെ And പണിതുകൊണ്ടിരിക്കുക. the Holy Spirit is working in us to make us like അത് this. പരിശുദ്ധാത്മാവിന്റെ ദൗത്യമാണ്. This is the responsibility of the Holy എന്നെ Spirit. കൊണ്ട് അങ്ങനെ ആയിത്തീരാൻ കഴിയത്തില്ല. It's not possible by me to become like this. ദൈവത്തിന്റെ ആത്മാവിന്റെ ശുശ്രൂഷയാണ് എന്നെ നന്മയ്ക്ക് ജ്ഞാനിയും തിന്മയ്ക്ക് അജ്ഞാനിയുമാക്കുക It എന്നുള്ളത്. is a ministry of the Holy Spirit to make me wise to what is good and innocent to what is evil. അതിന് അവൻ ചോദിക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, കംപ്ലീറ്റ് സറണ്ടർ. And he asks, പൂർണ്ണമായ സമർപ്പണം. he asks only one thing from us, that is complete surrender. ഓരോ നിമിഷം We need സമർപ്പിച്ചുകൊണ്ടിരിക്കുക. to surrender every moment. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികളെ We തിരിച്ചറിയുക. need to recognize the work of the Holy Spirit. അവന്റെ അകത്തുള്ള ചെറിയ ചലനങ്ങളെ പോലും തിരിച്ചറിയാൻ തുടങ്ങുക. We need to start recognizing even a small movement of the Holy Spirit within അവന്റെ us. ഓരോ നിയോഗങ്ങളെയും തിരിച്ചറിയാൻ We need to തുടങ്ങുക. recognize and understand all his counsels. ആരംഭത്തിൽ അത് വലിയ പ്രയാസമുള്ള In the കാര്യമായിരിക്കാം. beginning days it's very hard for us. പക്ഷെ തിരിച്ചറിയണം, പരിശുദ്ധാത്മാവ് എന്റെയും നിങ്ങളുടെ അകത്തുണ്ട്. But you need to know that the Holy Spirit is abiding within you and me. നിങ്ങൾ ദൈവ സാന്നിധ്യം അനുഭവിക്കുവാൻ സഭയിൽ വരേണ്ട ആവശ്യമില്ല. You don't need to come to church to experience the presence of God. നിങ്ങളായിരിക്കുന്ന ഏത് സ്ഥലത്തും നിങ്ങളുടെ അകത്ത് ദൈവ സാന്നിധ്യമുണ്ട്. Wherever you are, in whatever place you are, the presence of God is within you. ആത്മാവിനെ കേൾക്കാൻ തുടങ്ങുക. You need to start to hear Him. ശ്രദ്ധിക്കാൻ You തുടങ്ങുക. need to start to listen to Him. നമ്മുടെ അകത്ത് നടക്കുന്ന അവന്റെ ഓരോ ചെറിയ ചലനങ്ങളെ സെൻസ് ചെയ്യാൻ You പഠിക്കണം. need to start to learn to sense every moment of the Holy Spirit within you. അതിനുള്ള കൃപയും ദൈവം തന്നെ തരും. And the grace for this also will be given to you by God. ഇതെല്ലാം ദൈവം ചെയ്യുന്ന കാര്യമാണ്. All these are done by God. അങ്ങനെ നാം ഒരിക്കൽ നന്മയ്ക്ക് ജ്ഞാനിയായി തീരും, And one day we will become wise to what is good തിന്മയ്ക്ക് അജ്ഞാനിയായി and തീരും. innocent to what is evil. അപ്പോൾ സാത്താൻ നമ്മുടെ കാൽക്കീഴ ചതയ്ക്കപ്പെട്ടിരിക്കും. And that time Satan will be completely crushed under our feet. ആമേൻ. Amen. എന്നെ കേട്ട നിങ്ങൾ, Please hear me. നമ്മുടെ ദേഹിയിൽ ഇപ്പോഴും സാത്താന്റെ കുറെ പ്രോഡക്റ്റുകൾ കിടപ്പുണ്ട്. There are lots of products of Satan remaining in our soul. എൻ്റെ എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഞാൻ നിശ്ചയമായി നിങ്ങളുടെ വീട്ടിൽ വരും. If there is any important thing of mine in your house,
I will surely come to your house to get it. കാരണം എനിക്ക് അവിടെ ഒരു ആക്സസ് ഉണ്ട്. എൻ്റെ ചില കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിൽ കിടപ്പുണ്ട്. I have access to your house because there are things of mine that is in your house. ഞാൻ ധൈര്യമായിട്ട് നിങ്ങളുടെ കൂടെ വീട്ടിലോട്ട് So വരും. I will come with boldness into your home. ആമേൻ. Amen. അല്ല, ഉറങ്ങുന്ന ആൾക്കാർ എന്നെ കേട്ടാട്ടെ. എൻ്റെ എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളുടെ വീടുമായി ഒരു ആക്സസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. If there are my things, my important things in your home, I have an access to your home. പിശാചിൻ്റെ പ്രോഡക്റ്റുകൾ നമ്മുടെ അകത്തുണ്ടെങ്കിൽ അങ്ങേർക്ക് നമ്മുടെ സോളുമായി ദേഹിയുമായി ഒരു ആക്സസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. Because there is a products of Satan within us, he has an access to our soul. ഭയം നമ്മുടെ അകത്തുണ്ടോ? Do we have fear in us? അതൊരു കോട്ടയാണോ? It's a stronghold. അത് അങ്ങേരുടെ പ്രോഡക്റ്റാ. It's his product. അപ്പോൾ പുള്ളിക്ക് ആക്സസ് ഉണ്ട് ആ ഭയത്തിൻ്റെ മേൽ മാത്രം. Now he has an access only over the fear, but he has an access. നിങ്ങൾ അവനെ പൊസസ് ചെയ്യാൻ, ബന്ധിക്കാൻ, ബാധിക്കാനൊന്നും പറ്റത്തില്ല. He cannot possess you or bond you. ആ ഭയത്തിലൂടെ നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ, സ്വാധീനിക്കാൻ പറ്റും. But he can influence you through that fear which is within you. നിങ്ങളുടെ ആൻസൈറ്റി, ആശങ്ക, ടെൻഷൻ ഉണ്ടോ? Do you have tension and anxieties within you? അത് പിശാചിന്റെ പ്രോഡക്റ്റാ. It's a product of Satan. അതിലൂടെ പിശാചിന് നിങ്ങളെ സ്വാധീനിക്കാൻ പറ്റും. And Satan can influence you through that. നിങ്ങളുടെ അകത്ത് കോപം കിടപ്പുണ്ടോ? You have anger in you. സൗഖ്യമായില്ലയോ? Is it not healed? അത് പിശാചിന്റെ കോട്ടയാ. It's a stronghold of Satan. അതിലൂടെ നിങ്ങളുടെ ദേഹിയിലേക്ക് അവനൊരു ആക്സസ് ഉണ്ട്, And he has സ്വാധീനമുണ്ട്. access towards your soul through that. അങ്ങനെ എന്തുമാത്രം തിന്മ അകത്ത് കിടക്കുക. Now like this, how many evil are within us? അകത്ത് കയ്പുണ്ടോ? Do you have bitterness? അകത്ത് മുറിവുണ്ടോ? Do you have wounds? ചിന്തയിൽ വേദനയുണ്ടോ? Do you have pain in your thoughts? മെമ്മറിയിൽ പ്രശ്നമുണ്ടോ? Do you have problems in your memory? അതെല്ലാം പിശാചിന്റെ തിന്മകളാണ്. It's all the treasures of Satan. അവിടെ ഏദൻ തോട്ടം തുടങ്ങിയ നന്മ തിന്മകൾ ആ വൃക്ഷത്തിൽ നിന്ന് തുടങ്ങിയ സാധനങ്ങളാണ്. It all began from the Garden of Eden, from the fruit of the knowledge of good and evil. പിശാചിനെ ഏറ്റവും വഷളാക്കി തീർത്തു. And Satan made it more worse. അത് അവന്റെ പ്രോഡക്റ്റുകളാണ്. All these are his products. അതിലേക്ക് അവനൊരു ഇൻഫ്ലുവൻസ്, ഒരു ആക്സസ് ഉണ്ട്. And he has access because of that. എന്നിട്ട് ഇവിടെ കിടന്ന് സ്റ്റേജിൽ പിശാചിന്റെ കാലിന്റെ ചെവിട്ടിൽ പറഞ്ഞാൽ പുള്ളി ചെവിട്ടിരിക്കത്തില്ല. And when I stand on the stage and I tell that Satan is under my feet, he will not sit there. ചുമ്മാ പ്രസംഗിക്കാം. You can preach it. നിങ്ങൾക്ക് നോർത്ത് ഇന്ത്യയിലൊക്കെ പോയിട്ട് സ്പിരിച്വൽ വാർഫെയർ നടത്താം. ഉപ്പൊക്കെ വാരി വിതറി പ്രാർത്ഥിച്ച് ബന്ധിച്ചിട്ട് പോരാ. You can go to places and sprinkle salt and you can pray and you can pray and come back. പിശാചിരിക്കുന്ന പല ഇടങ്ങളുണ്ട്, ഹൈ പ്ലേസസ് ഉണ്ട്. There are high places where Satan is sitting. തീർത്ഥാടന കേന്ദ്രങ്ങളുണ്ട്. There are places where people go to pilgrimages. അവിടൊക്കെ പോയി നടന്ന് പ്രാർത്ഥിക്കും. You can go there and walk and pray. ഉപ്പൊക്കെ ഇട്ട് You പ്രാർത്ഥിക്കും. can sprinkle salt and pray. പുള്ളി അകത്തും ചിരിക്കുക. But he's sitting within you and he's laughing. നിങ്ങൾ അവിടെ ഇരിക്കുന്ന കോട്ടകൾ ഇടിക്കാൻ വേണ്ടി പ്രാർത്ഥന നടത്തുക. You're praying and trying to destroy all the strongholds which are outside. അകത്ത് കോപം ഇരിപ്പുണ്ട്. But inside there is anger. അതൊരു കോട്ടയാ. It's a stronghold. അകത്തൊരു ഭയമുണ്ട്. There's fear within you. പിശാചിന്റെ കോട്ടയാ. It's a stronghold of Satan. അവന്റെ തിന്മയാ. It's his evil അകത്ത് treasure. ജയിക്കാൻ കഴിയാത്ത ലൈംഗിക പാപം ഇരിപ്പുണ്ട്. There is a sexual sin that is in you that you are not able to overcome. പിശാചിന്റെ കോട്ടയാ. It's a stronghold of Satan. നിങ്ങൾ വലിയ യുദ്ധം ചെയ്യുമ്പോൾ So when you do a big warfare outside, പുള്ളി അകത്തിരുന്ന് ഭയങ്കര ചിരിയാ. he's sitting within you and he's laughing. നീ യുദ്ധം കഴിഞ്ഞ് വീട്ടിലോട്ട് വാ, ഞാൻ കാണിച്ചു തരാം. You come back home after your warfare, I'll show you. വീട്ടിൽ വന്നു. You came home. വഴക്കുണ്ടായി. There was a fight. കോപം പൊട്ടി പുറത്തു And വന്നു. your anger came out. ഭാര്യയുടെ അടിയുണ്ടായി. And you fought with your wife. അകത്ത് ഭയങ്കര യുദ്ധം. There is a warfare within you. നമ്മൾ പരാജയപ്പെട്ടു. And we failed. പിശാച് നമ്മുടെ കാൽ കീഴായില്ല. Satan has not yet completely come under our feet. ഹല്ലേലൂയ. Hallelujah. പിശാചിനെ നമ്മുടെ കാൽ ആക്കുന്നതാണ് ദൈവാത്മാവിന്റെ അകമയുള്ള ശുശ്രൂഷ. But the ministry of the Holy Spirit within us is to bring Satan under our feet. നിങ്ങൾ വേഗത്തിൽ തിന്മയ്ക്ക് അജ്ഞാനികളാകും. And soon you will become innocent to what is evil. അത് എന്നെ കൊണ്ട് നടക്കുന്ന കാര്യമല്ല. It's not possible by me. ഞാൻ കുറേ വർഷങ്ങളായി അധ്വാനിക്കുന്ന For വ്യക്തിയാണ്. many years I am trying hard for this. കഠിനമായി ഉപവസിക്കുന്ന വ്യക്തിയാണ്. I fast long for this. ഞാൻ ഒത്തിരി ശ്രമിക്കുന്ന I വ്യക്തിയാണ്. try much for പക്ഷെ this. എനിക്കൊന്നും മനസ്സിലായിട്ടുണ്ട്, പണ്ടും മനസ്സിലായി, ഇപ്പോഴും മനസ്സിലായി, കർത്താവിന് മാത്രമേ ചെയ്യാൻ കഴിയൂ. But I understand one thing, that only
the Lord can do this. അവൻ ചെയ്തുകൊണ്ടിരിക്കുക. And He's doing it. എൻ്റെ പ്രശ്നം My problem is, ഇത് എന്ന് തീർക്കുമെന്ന. when will this finish? ഞാനും കർത്താവുമായിട്ട് ഇവിടെ നിരന്തരം അടിയാണ്, എല്ലാ ദിവസവും I അടിയാണ്. fight with God every day here. ഇത് എന്ന് തീർക്കും ഈ കാര്യപരിപാടി? When will this work finish? എന്ന് ഞാൻ തിന്മയ്ക്ക് മാത്രം ജ്ഞാനിയായി തീരും? When will I become wise to only what is good? എന്ന് ഞാൻ നന്മയ്ക്ക് നന്മയ്ക്ക് ജ്ഞാനിയായി തീരും? When will I become wise to only what is good? എന്ന് ഞാൻ തിന്മയ്ക്ക് അജ്ഞാനിയായി And തീരും? when will I become innocent to all what is evil? ഞാനിപ്പോൾ അങ്ങനല്ല. I'm not like that now. പക്ഷെ അത് ഓർത്ത് ഞാൻ സന്തോഷിക്കാറുണ്ട്. But I'll think about that and I used to rejoice in my യേശു heart. ഈ ഭൂമിയിൽ നടക്കുന്ന പോലെ ഞാൻ നടക്കും. I will walk in this world as Jesus walked in this world. യേശു ചിന്തിച്ചതുപോലെ ഞാൻ ചിന്തിക്കും. I will think as Jesus thought when he was in this world. യേശുവിന് തുല്യമായ ബുദ്ധി എനിക്കുണ്ടാകും. I will have a same understanding and brain like Jesus. ഇന്റലിജൻസ്. I will have the same intelligence like Jesus had. എനിക്ക് യേശുവിന്റെ അതേ മനസ്സുണ്ടാകും. I will have the same mind of Christ. എനിക്ക് യേശുവിന്റെ അതേ വികാരങ്ങൾ I will ഉണ്ടാകും. have the same emotions of Jesus. എനിക്ക് യേശുവിനുള്ള അതേ ആത്മാവ് I will ഉണ്ടാകും. have the same spirit of Jesus. ഞാൻ യേശുവിനെ പോലെ സാത്താനെ ചലഞ്ച് ചെയ്യും. I will challenge Satan as Jesus ഞാൻ challenged. യേശുവിനെ പോലെ ലോകത്തെ ചലഞ്ച് I will ചെയ്യും. challenge the world as Jesus challenged. നിങ്ങളിൽ ആർ എന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തും? Who can convict me? Who can convict me of sin? Who can convict me of sin? നിങ്ങളിൽ ആർ എന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തും? Who among you can convict me of sin? നമ്മൾ തിന്മയ്ക്ക് അജ്ഞാനികളാകാൻ പോവുകയാണ്. We will become innocent to what is evil. ആ ദൈവത്തിന്റെ വചനമാണ്. That is the word of God. ഇത് സഭയ്ക്ക് വേണ്ടിയുള്ള This വചനമാണ്. word is for the church. ഓരോ പൈതലും സഭയിലുള്ള ഓരോ കുഞ്ഞിനും വേണ്ടി It's വചനമാണ്. for every person in the church. സാത്താൻ നമ്മുടെ മുമ്പിൽ വിറയ്ക്കുന്ന സമയം വരും. There's a time that will come when Satan will tremble before us. നിങ്ങളുടെ അന്യഭാഷ അവൻ പേടിക്കത്തില്ല. He will not fear your tongues. നിങ്ങളുടെ പ്രാർത്ഥന അവൻ He will പേടിക്കത്തില്ല. not fear your prayers. അവൻ പേടിക്കുന്നത് നിങ്ങളുടെ വിശുദ്ധി But മാത്രമായി. he will be fearing only what he will fear is your holy സാത്താൻ life. പേടിക്കുന്നതും വിറയ്ക്കുന്നതും നിങ്ങളുടെ വിശുദ്ധി കണ്ടിട്ടാകും. Satan trembles and fears seeing your holy life. 110 സങ്കീർത്തനം പറയുന്നു, ഉഷസ്സിന്റെ ഉദരത്തിൽ നിന്ന് യുവാക്കളായ മഞ്ഞ് കർത്താവിന്റെ ഒരു സൈന്യമായി എഴുന്നേൽക്കുകയാണ്. In Psalms 110 it says a great army will rise up for the Lord, a holy army will rise up for the Lord. ഹല്ലേലൂയ. Hallelujah. ദൈവസഭയുടെ യേശുവിന്റെ സൈന്യത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത അവരുടെ വിശുദ്ധിയാണ്. The greatest quality of the army of God is holiness. ആ വിശുദ്ധി നമ്മുടെ അകത്ത് തരാൻ വേണ്ടിയാണ് വിശുദ്ധിയുടെ ആത്മാവ് നമ്മുടെ അകത്ത് വസിക്കുന്നത്. To give us this holiness, the spirit of holiness is dwelling within us. ഈ വിശുദ്ധി എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ I പറ്റത്തില്ല. cannot make this holiness. ഈ ജ്ഞാനം എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ I പറ്റത്തില്ല. cannot make this wisdom. ഈ വിശ്വാസം എനിക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല. I cannot make this faith. ഈ തേജസ് എനിക്ക് ഉണ്ടാക്കാൻ I പറ്റത്തില്ല. cannot make this glory. അതിനുവേണ്ടി തേജസ്സിന്റെ ആത്മാവന്റെ അകത്തുണ്ട്. But to make that, the spirit of glory is within me. വിശുദ്ധിയുടെ ആത്മാവന്റെ The അകത്തുണ്ട്. spirit of holiness is within me. ജ്ഞാനത്തിന്റെ ആത്മാവന്റെ അകത്തുണ്ട്. The spirit of wisdom and understanding is within me. പരിജ്ഞാനത്തിന്റെ ആത്മാവന്റെ അകത്തുണ്ട്. The spirit of knowledge is within me. ദൈവ ഭയത്തിന്റെ ആത്മാവന്റെ അകത്തുണ്ട്. The spirit of the fear of the Lord is within me. ദൈവ ശക്തിയുടെ ആത്മാവന്റെ The അകത്തുണ്ട്. spirit of might of God is within me. അവൻ എൻ്റെ അകത്ത് അത് And ചെയ്തുകൊണ്ടിരിക്കുക. he is doing it within me. അവൻ ഒറ്റ കാര്യമേ He is ചോദിക്കുന്നുള്ളൂ, only asking one thing. നിന്റെ ഹൃദയം സമർപ്പിക്കുക. You need to your surrendering heart. സർവ്വ അന്തരംഗത്തെ സമർപ്പിക്കുക. Surrender all that is within you. ബുദ്ധി സമർപ്പിക്കുക. Surrender your brains. ഓരോ ചിന്തകളെ സമർപ്പിക്കുക. Surrender each and every thought. ഓരോ ഓർമ്മകളെ സമർപ്പിക്കുക. Surrender each and every memories. ഹൃദയത്തെ സമർപ്പിക്കുക. Surrender your heart. ഓരോ വികാരവും സമർപ്പിക്കുക. Surrender each and every ഓരോ emotion. തീരുമാനങ്ങളെ സമർപ്പിക്കുക. Surrender every decision. ഒരു സ്പിരിറ്റ് കോൺഷ്യസ്നെസ്സിലേക്ക്, ആത്മ കേന്ദ്രീകൃതമായ ബോധത്തിലേക്ക് നമ്മെ ആത്മാവ് The Holy മാറ്റിക്കൊണ്ടിരിക്കുക. Spirit is transforming and shifting us to the spirit conscious. നമ്മുടെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളെ സമർപ്പിക്കുക. We need to surrender every parts of our body. ഓരോ അവയവങ്ങളെ സമർപ്പിക്കുക. Every parts of our body. കാരണം ഇത് അവന്റെ മന്ദിരമാണ്. Because this is his temple. അവൻ വെളിപ്പെടട്ടെ. Let him manifest. അവന്റെ ആലയത്തിൽ അവൻ വെളിപ്പെടട്ടെ. Let him manifest in his നാം temple. ഒരുമിച്ച് എഴുന്നേറ്റ് ഈ വിഷയങ്ങളെ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുകയും കർത്താവിന്റെ മേശയ്ക്ക് അടുത്ത് വരികയും ചെയ്യാൻ വേണ്ടി Let us പോവുകയാണ്. stand together and pray about all these and come
prepare our hearts for the table of the Lord. പുതിയ ഉടമ്പടിയുടെ അനുഗ്രഹമാണ് ഞാൻ പ്രസംഗിച്ച ഓരോ വാക്കുകളും. This what I have preached is the blessings of the new covenant. ആ പുതിയ ഉടമ്പടിയുടെ മക്കളാണ് ഞാനും നിങ്ങളും. We are the children of the new covenant. പിതാവാം ദൈവം തന്റെ പുത്രനെ തന്ന് അവന്റെ ചങ്കിലെ ചോര തന്ന് ശരീരം തന്ന് നമ്മെ അവന്റെ മക്കളും പ്രിയ മക്കളും ആക്കി പുതിയ ഉടമ്പടിക്കാരാക്കിയത് ഈ സകല നന്മകളും നമ്മിൽ നിറയ്ക്കാൻ വേണ്ടി. Father God has given his life for us, given his son for us, gave his blood for us that we may become the children of the new covenant. നാം ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാണ്. We are praying together. സ്തോത്രം ചെയ്യാൻ തുടങ്ങുകയാണ്. We are going to give thanks together. നാം പുതിയ ഉടമ്പടി ഉയർത്താൻ തുടങ്ങുകയാണ്. We are lifting up this new covenant. യേശുവിന്റെ മരണത്തെക്കുറിച്ച് പറയാൻ We are തുടങ്ങുകയാണ്. declaring the death of Jesus Christ. യേശുവിന്റെ രക്തത്തെക്കുറിച്ച് പറയാൻ തുടങ്ങുകയാണ്. We are speaking about the blood of Jesus Christ. യേശുവിന്റെ ശരീരത്തെക്കുറിച്ച് പറയാൻ We are തുടങ്ങുകയാണ്. speaking about the body of Jesus ആ Christ. രക്തത്താലും ശരീരത്താലും നമ്മുടെ പാപങ്ങൾക്കും ശാപങ്ങൾക്കും മാറ്റം വരുത്തി നീക്കം വരുത്തിയിരിക്കുകയാണ്. And by the blood of Jesus Christ, he has removed our sin and our curses. യേശുവിന്റെ മരണത്തെ നമ്മുടെ മരണം മാറ്റിയിരിക്കുകയാണ്. Through the death of Jesus, our death has been removed. നമുക്ക് പരിശുദ്ധാത്മാവിനെ He തന്നിരിക്കുകയാണ്. has given us his Holy Spirit. ക്രൂശിൽ നിവർത്തിച്ച സകല സ്വർഗീയ കൃപകളും നമ്മിലേക്ക് കൊണ്ടുവന്ന് നിറയ്ക്കുന്നത് നമ്മുടെ അകത്തു വസിക്കുന്ന The പരിശുദ്ധാത്മാവാണ്. Holy Spirit is the one who brings all the blessings that has been accomplished on the cross into our life. അവൻ കൃപയുടെ ആത്മാവാണ്. He is the spirit of grace. അവൻ തേജസ്സിന്റെ He is ആത്മാവാണ്. the spirit of glory. അവൻ വിശ്വാസത്തിന്റെ He is the ആത്മാവാണ്. spirit of faith. അവൻ വിശുദ്ധിയുടെ He is the ആത്മാവാണ്. spirit of holiness. അവൻ നമ്മുടെ അകത്ത് വൻകാര്യം He is doing ചെയ്തുകൊണ്ടിരിക്കുകയാണ്. great things within us. നാം ഇന്നത് ഈ മേശയിൽ വീണ്ടും പറഞ്ഞ് പ്രാപിക്കാൻ And we are തുടങ്ങുകയാണ്. going to declare this again and receive all this in this ഈ Lord's മേശ table. പുതിയ ഉടമ്പടിയുടെ മേശയാണ്. This table is a table of the new covenant. പുതിയ ഉടമ്പടിയുടെ It അടയാളമാണ്. is a sign of the new ഈ covenant. പാനപാത്രവും അപ്പക്കഷ്ണവും ഉയർത്തുമ്പോൾ യേശുവിൻ രക്തത്തെയും ശരീരത്തെയും ഉയർത്തുകയാണ്. When we raise up this bread and wine, we are raising up the body and blood of ഈ Jesus. പാനപാത്രത്തിലൂടെയും അപ്പക്കഷ്ണത്തിലൂടെയും യേശുവിന്റെ രക്തത്തിന്റെയും ശരീരത്തിന്റെ കൂട്ടായ്മയിലേക്ക് നന്മയുടെ കൂട്ടായ്മയിലേക്ക് നാം ചേരുകയാണ്. And we are entering into the fellowship with Jesus Christ's blood and body through partaking in this table. ഹല്ലേലൂയ Hallelujah. ഹല്ലേലൂയ Hallelujah. ഹല്ലേലൂയ Hallelujah. ഹല്ലേലൂയ. Hallelujah. നാം ഇന്ന് കേട്ട ഓരോ വചനങ്ങളും ആ പുതിയ ഉടമ്പടിയിൽ ദൈവം നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന വലിയ അനുഗ്രഹങ്ങളാണ്. Each word that we have heard today are the blessings which God has kept for us in this new covenant, ആ in the body of ദൈവത്തിന്റെ Jesus. വിശുദ്ധി, ദൈവത്തിന്റെ വിശുദ്ധീകരണം, സൗഖ്യം വേഗത്തിൽ നമ്മുടെ അകത്ത് നടത്തി നമ്മെ തിന്മയ്ക്ക് അജ്ഞാനികളാക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. God will heal us and sanctify us completely and make us innocent to what is evil. നാം യേശുവിനെ പോലെ And ആകുകയാണ്. we are becoming like അത് Jesus. പിതാവിന്റെ സ്വപ്നമാണ്. This is the dream of our Father. എന്നെ കുറിച്ചും നിങ്ങളെ കുറിച്ചുമുള്ള പിതാവാം ദൈവത്തിന്റെ സ്വപ്നമാണ് നാം തന്റെ ഏകജാതനായ പുത്രൻ യേശുവിനെ പോലായി This തീരണമെന്നുള്ളത്. is the dream of the Father for you and me, that we might become like his only begotten Son, Jesus Christ. അതിനു വേണ്ടിയാണ് തന്റെ പുത്രനെ തന്നത്. And God has given us his Son for this very purpose. നമ്മെ അവന്റെ മുമ്പാകെ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്താനാ യേശു മരിച്ചത്. Jesus died that he may present us before the Father God without blame, without any spot, wrinkle, and above reproach. നാം ഇന്നത് ആത്മാവിൽ സ്വീകരിക്കാൻ And തുടങ്ങി. today we are receiving that in the Spirit. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, Our Father in heaven, ഞങ്ങൾ നിന്റെ പുത്രന്റെ മരണത്തെ പ്രഖ്യാപിക്കാൻ വീണ്ടും ചേർന്ന് we വരുന്നു. have come together again to declare your Son's death. നിന്റെ പുത്രന്റെ രക്തത്തെയും ശരീരത്തെയും ഞങ്ങൾ ഇവിടെ ഉയർത്തുന്നു. We are lifting up your Son's body and blood in this place. രക്തത്താലും ശരീരത്താലും സ്ഥാപിച്ച പുതിയ ഉടമ്പടി ഞങ്ങൾ ഉയർത്തുന്നു. We lift up this new covenant which was established on your Son's body and പുതിയ blood. ഉടമ്പടിയിലെ സകല അനുഗ്രഹങ്ങളെ ഞങ്ങൾ ഇപ്പോൾ And we സ്വീകരിക്കുന്നു. receive all the blessings of this new covenant. വിശേഷം ഞങ്ങൾ ആത്മദേഹി ദേഹത്തിന്റെ സമ്പൂർണ്ണ ശുദ്ധീകരണം ഞങ്ങൾ സ്വീകരിക്കുന്നു. Especially we receive the complete sanctification of our spirit, soul and body. ഞങ്ങളുടെ ഹൃദയത്തിന്റെ സൗഖ്യം ഞങ്ങൾ We സ്വീകരിക്കുന്നു. receive the healings of our heart. ഇന്നും ഞങ്ങളുടെ അകത്ത് പല തിന്മകളും ഉണ്ട് പിതാവേ. There are lots of evil treasures today in our ഓ, heart. ഞങ്ങളുടെ അകത്ത് മുറുകെ പറ്റുന്ന പാപങ്ങൾ ഉണ്ട് പിതാവേ. There are sin that easily clings over us. ഞങ്ങളുടെ അകത്ത് ഭാരങ്ങൾ ഉണ്ട് We പിതാവേ.
have burdens in our heart, Father. അവയെല്ലാം ഞങ്ങൾ വിട്ടുകളയാൻ വേണ്ടി We പ്രാർത്ഥിക്കുന്നു. pray that all this will be removed. ഞങ്ങളുടെ ബുദ്ധിയിൽ ഒത്തിരി തെറ്റായ അറിവുണ്ട് There പിതാവേ. are a lot of wrong knowledges in our ഞങ്ങളുടെ understanding. പല അറിവുകളും പിതാവിന്റെ പരിജ്ഞാനത്തിന് എതിരാണെന്ന് ഞങ്ങൾ അറിയുന്നു We know പിതാവേ. that our knowledges are against the knowledge of your ഞങ്ങളുടെ knowledge. ബുദ്ധിയെ സൗഖ്യമാക്കണം. Father, heal our understanding. ഞങ്ങളുടെ ചിന്തകൾ മുഴുവനും മിക്കപ്പോഴും തിന്മകളാണെന്ന് അറിയുന്നു We പിതാവേ. know that our thoughts are many times connected with evil. ഞങ്ങളുടെ ചിന്തകളെ പലപ്പോഴും പിടിച്ചടക്കാൻ കഴിയുന്നില്ല And many പിതാവേ. times we fail to captive our thoughts. ഞങ്ങൾ പലപ്പോഴും പരാജയപ്പെട്ടു പോയിട്ടുണ്ട് We പരിശുദ്ധാത്മാവേ. fail many times, Holy ഞങ്ങൾ Spirit. പലപ്പോഴും ഞങ്ങളുടെ അകത്ത് വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചിട്ടുണ്ട്. Many times we have grieved the Holy Spirit that is within us. ഞങ്ങളുടെ പാപങ്ങളാലും ഭാരങ്ങളാലും ഞങ്ങളുടെ അകത്ത് വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ ഞങ്ങൾ മിക്കപ്പോഴും We ദുഃഖിപ്പിച്ചിട്ടുണ്ട്. have grieved the Holy Spirit by our sin and our burdens that is within us many times. ഞങ്ങളുടെ അനുസരണക്കേടിനാൽ ഞങ്ങൾ മിക്കപ്പോഴും പരിശുദ്ധാത്മാവിനെ കെടുത്തി കളഞ്ഞിട്ടുണ്ട്. We have quenched the Holy Spirit because of our disobedience. ഞങ്ങളുടെ നിഗളത്താലും പാപത്താലും മത്സരത്താലും ഞങ്ങൾ പരിശുദ്ധാത്മാവിനോട് മത്സരിച്ചിട്ടുണ്ട്. Because of our pride and our arrogance, we have fought with the Holy Spirit. ഞങ്ങൾ ക്ഷമിക്കുമാറാകണമേ. Forgive us, Father. ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. Cleanse us, Father. യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ ഞങ്ങളെ കഴുകണമേ. Wash us by the blood of Jesus ഞങ്ങളുടെ Christ. അകത്ത് ഇനി ഒരു തിന്മയും വേണ്ട We don't കർത്താവേ. want any evil treasures in us anymore. ഞങ്ങളുടെ അകത്തുള്ള സകല തിന്മകളെ സമർപ്പിക്കുന്നു. We submit all these evil treasures in our heart to ഞങ്ങളെ you. തിന്മയ്ക്ക് അജ്ഞാനികളാക്കണമേ. Make us innocent to all what is evil. നന്മയ്ക്ക് ഞങ്ങളെ Make us ജ്ഞാനികളാക്കണമേ. wise to all what is good. ക്രിസ്തുവിലുള്ള സകല നന്മകൾക്കും ഞങ്ങളെ ജ്ഞാനികളാക്കണമേ. Make us wise to all what is in all good that is in Christ Jesus. മാനുഷിക നന്മകളല്ല, ക്രിസ്തുവിന്റെ നന്മകൾക്ക് ഞങ്ങളെ കൂട്ടാളികളാക്കണമേ. Not the goodness of the man, but all the goodness that is in Christ Jesus. ജീവവൃക്ഷത്തിന്റെ നന്മകൾക്ക് ഞങ്ങളെ കൂട്ടാളികളാക്കണമേ. Thank you for making us partakers in the blessings of the tree of life. ആദമിന്റെയും പിശാചിന്റെയും സകല പ്രോഡക്റ്റുകളെ നീക്കി ജീവവൃക്ഷത്തിന്റെ നന്മകളാൽ ക്രിസ്തുവിന്റെ നന്മകളാൽ ഞങ്ങൾ അലങ്കരിക്കുമാറാകണമേ. Remove all the treasures that came through Adam and Satan and adorn us with all the blessings that is in the tree of life that is in Christ Jesus. പിശാചിന് ഞങ്ങളുടെ ദേഹിയിലേക്കുള്ള സകല ആക്സസുകളെയും ഇന്ന് മുറിച്ചു കളയണമേ. Father, cut and remove all the access that Satan has to today within us. പിശാചിന് ഞങ്ങളിൽ ഒരു ചെറുവിരൽ തൊടാൻ പോലും കഴിയാത്ത രീതിയിൽ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ അപ്പാ. Sanctify us completely that Satan cannot even touch us with his small finger. സഭ ഒരുമിച്ച് അങ്ങയോട് അപേക്ഷിക്കുന്നു. The church together ask you for this. സഭ ഒരുമിച്ച് അങ്ങയോട് The പ്രാർത്ഥിക്കുന്നു. church together pray for this. ഒരു തിന്മകളും ഞങ്ങളുടെ ദേഹിയിൽ കാണരുത്. Let not any evil remain in us. ഞങ്ങളുടെ ദേഹിയിൽ ആത്മദേഹി ദേഹത്തിൽ ഒരു തിന്മയും ഇനി Let അഭിശേഷിക്കരുത്. not any evil remain in our spirit, soul and body. ഞങ്ങളുടെ തിന്മയ്ക്ക് അജ്ഞാനികളാക്കണമേ Make പിതാവേ. us innocent to all what is evil. സാത്താനെ വേഗത്തിൽ ഞങ്ങളുടെ കാൽ കീഴാക്കി ചതച്ചു കളയണമേ. And crush Satan under our feet shortly. സാത്താൻ ഭയക്കുന്നത് ഞങ്ങളുടെ വിശുദ്ധിയാണെന്ന് തിരിച്ചറിയുന്നു. We know that Satan fears our holiness. ഞങ്ങൾ എത്ര മണിക്കൂർ പ്രാർത്ഥിക്കുന്നു എന്നല്ല വിഷയം. It's not about how much hours we pray. ഞങ്ങളുടെ അകത്ത് ദൈവത്തിന്റെ വിശുദ്ധി എത്ര വന്നു എന്നതാണ് വിഷയം. What matters is how much holiness of God has come. പിതാവിന്റെ തേജസ് ഞങ്ങളുടെ അകത്ത് എത്ര വർദ്ധിച്ചു എന്നതാണ് വിഷയം. The matters is how much glory of God has increased within us. നിന്റെ കാബോധം ഞങ്ങളിൽ നിറയുവാൻ തടസ്സമായി കിടക്കുന്ന സകല തിന്മകളെയും ഇന്നുകൊണ്ട് തീർക്കണമേ. Father, remove and finish all evil things in us that is hindering your kabod to come upon us. എത്ര പേർ എന്നോട് ചേർന്ന് How പ്രാർത്ഥിക്കും? many of you will join with me and ഈ pray for മേശയിൽ this? കരം നീട്ടും മുമ്പ് എത്ര പേർ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കും? Before you stretch our hands to this table, how many of you will pray like this? പിതാവാം ദൈവത്തിന്റെ ഷെക്കൈന ഗ്ലോറി, അവന്റെ കാബോദ്, ഇറ്റേണൽ വെയിറ്റ് ഓഫ് ഗ്ലോറി, തേജസ്സിന്റെ നിത്യകനം നമ്മളിലേക്ക് ഇറങ്ങുവാൻ തടസ്സമായി കിടക്കുന്ന ആത്മദേഹി ദേഹത്തിലുള്ള സകല തിന്മകളെയും ഇന്നുകൊണ്ട് അവസാനിപ്പിക്കണമെന്ന് ആരെന്നോട് കൂടെ ചേർന്ന് Who പ്രാർത്ഥിക്കും? will pray with me that everything that stands hindering the kabod of God to come over us, that it may be removed from us?
പിതാവേ, ഞങ്ങൾക്ക് ഇനി ഇങ്ങനെ പോകാൻ പറ്റത്തില്ല. Father, we cannot go on like this. ഞങ്ങൾക്ക് ഇങ്ങനെ ജീവിക്കാൻ We പറ്റത്തില്ല. cannot live on like this. നിന്റെ കാബോധം നിറയാതെ ഞങ്ങൾക്ക് ഇനി മുന്നോട്ട് പോകാൻ We cannot കഴിയത്തില്ല. move forward without your kabod നിന്റെ filling us. തേജസ്സിന്റെ നിത്യഘനം കൂടാതെ ഞങ്ങൾക്ക് മുന്നോട്ട് ജീവിക്കാൻ We cannot കഴിയത്തില്ല. live anymore without the eternal weight of glory ഞങ്ങൾക്ക് ഇനി increasing in us. പരാജയമുള്ള ഒരു ആത്മീയ ജീവിതം വേണ്ട We do not കർത്താവേ. want a spiritual life that is a failure. പാപത്തിൽ വീഴുന്ന ഒരു ആത്മീയ ജീവിതം വേണ്ട We do കർത്താവേ. not want a spiritual life where we always fall into sin. ലോകമോഹമുള്ള ഒരു ആത്മീയ ജീവിതം ഞങ്ങൾക്ക് വേണ്ട We don't കർത്താവേ. want a spiritual life always having the lust of this world. ജഡമോഹമുള്ള ഒരു സ്പിരിച്വൽ ലൈഫ് ഞങ്ങൾക്ക് വേണ്ട We പിതാവേ. don't want a spiritual life with the lust of the flesh. ഞങ്ങൾക്ക് നിന്റെ പുത്രനെ പോലെ ഭൂമിയിൽ നടക്കണം. We want to walk in this world like your son. നിന്റെ പുത്രൻ ചിന്തിച്ചതുപോലെ ഞങ്ങൾക്ക് We ചിന്തിക്കണം. want to think like your son. നിന്റെ പുത്രന്റെ ഇമോഷൻസ് പോലെ ഞങ്ങൾക്കൊരു വികാരം We ഉണ്ടാകണം. want emotions like your son. നിന്റെ പുത്രന്റെ സോൾ പോലെ, നിന്റെ പുത്രന്റെ വിൽ പോലെ, ഇച്ഛ പോലെ ഞങ്ങൾക്കൊരു തീരുമാന ശക്തി ഉണ്ടാകണം. We want the decision, we want the same will as Jesus has. ഞങ്ങൾക്ക് പിതാവിന് ഇഷ്ടം മാത്രം ചെയ്യണം. That we may do only your will. ഞങ്ങൾ തിന്മയ്ക്ക് ഇന്ന് തുടങ്ങി അജ്ഞാനികളാകട്ടെ. Let us enable us to become innocent to all what is ഞങ്ങൾ evil. നന്മ മാത്രം അറിയട്ടെ. Let us know only what is നന്മ good. മാത്രം ചെയ്യട്ടെ. Let us do only what is ഞങ്ങൾ good. നിന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി തീരട്ടെ പിതാവേ. That we may become blameless and holy and above reproach before your sight. അതിനുവേണ്ടിയാണല്ലോ നിന്റെ പുത്രൻ മരിച്ചത്. And for this, your son died for this ഞങ്ങൾ reason. ഇന്ന് ഈ മേശ ചോദിക്കുകയാണ്. And we ask you for this.